അങ്ങനെയെല്ലാം ഇവിടുത്തെ സമ്പ്രദായങ്ങളാണ്. എന്നിരിക്കലും ഈ അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ, അതുകൊണ്ട് അപൂർവ വൈദ്യനായിക്കൊണ്ട് നമസ്കരിക്കൂ, അപൂർവ വൈദ്യനാവാൻ വേണ്ടി നമസ്കരിക്കൂ, നിങ്ങൾ നിത്യനൂതനാകൂ എന്നുള്ള സന്ദേശം ആചാര്യൻ തരികയാണ്. വർഷങ്ങൾക്ക് മുൻപ് ആണ് ഇത് നടന്നിരിക്കുന്നത്. ഇന്നും അത് നൂതനം തന്നെയാണ്. ഓരോ ദിവസവും അപ് ടു ഡേറ്റ് ആയിട്ട് വർത്തിക്കാനാണ് നിർദ്ദേശം. വൈദ്യായ, വിഷകായ, വൈദ്യായ എന്ന ശബ്ദം, വൈദ്യൻ എന്ന ശബ്ദത്തിന്റെ അർത്ഥം വിദുജ്ഞാനേതി, അറിവ്, വേത്തി അനേനേതി വൈദ്യ, അറിവുള്ളവൻ, വിദ്വാൻ, വേത്തി എന്നെല്ലാമാണ്. അപ്പോ നിത്യനൂതനായ അറിവുള്ള വൈദ്യനാവാൻ വേണ്ടി പ്രയത്നിക്കൂ, അങ്ങനെ ആയിക്കൊണ്ട് അതിന് നമസ്കരിക്കൂ, അങ്ങനെ ആയിക്കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള വൈദ്യനെ നമസ്കരിക്കൂ എന്നാണ് അതിന്റെ വ്യംഗ്യാർത്ഥം. അങ്ങനെ അഷ്ടാംഗ ഹൃദയം 8 അംഗങ്ങളോട് കൂടിയിട്ടുള്ള ഗ്രന്ഥമായതുകൊണ്ട് അഷ്ടാംഗം എന്ന് പറയുന്നു. 8 അംഗങ്ങൾ, 8 ബ്രാഞ്ചസ്. എന്തിൻ്റെയാണ്? കായബാലഗ്രഹോർധ്വാംഗ ശല്യദംഷ്ട്ര ജരാവൃഷാൻ അഷ്ടാവങ്കാൻ എന്ന് 8 അംഗങ്ങളുള്ള ആയുർവേദം ആണിത് പറയാൻ പോകുന്ന ഈ ഗ്രന്ഥത്തിലെ അഷ്ടാംഗം. അതിലുപരി രോഗം വരാതെ നോക്കാനുള്ള ചര്യകളാണ് കൂടുതൽ തുടക്കത്തിലേ പറഞ്ഞിരിക്കുന്നത്. രോഗം വന്ന് ചികിത്സിക്കാനല്ല ശാസ്ത്രം നിലകൊള്ളുന്നത്, രോഗം വരാതെ നോക്കുന്നതിന് വേണ്ടിയാണ്. രോഗം വരാതെ ആരോഗ്യപൂർണ്ണമായ ജീവിതമാണ് ലക്ഷ്യം. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയില്ലേ, അതന്നെയാ. അപ്പോ രോഗം വരാതെ എങ്ങനെ ദീർഘകാലം ജീവിക്കും എന്നുള്ള കാര്യം ചിന്തിച്ചതിന്റെ ഫലമായി ഉരുത്തിരിഞ്ഞു വന്നതാവാം ദിനചര്യാദി നിർദ്ദേശങ്ങൾ. ദിനചര്യാദി എന്ന് പറഞ്ഞാൽ ദിനചര്യ, ഋതുചര്യ, രോഗാനുൽപാദനീയം, അന്നരക്ഷ, മാത്രാശീര്യം മുതലായവ. കൂടാതെ തന്നെ അഷ്ടാംഗഹൃദയം ഒഴിച്ചുള്ള മറ്റു പല ഗ്രന്ഥങ്ങളിലും പൂർവാചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളായിട്ടുള്ള സംഹിതകളിൽ, സുശ്രുത സംഹിത, ചരക സംഹിത മുതലായ ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി വിപുലമായി സമുദ്രം പോലെ കിടക്കാണ് സബ്ജക്റ്റുകൾ. ഓരോ സ്ഥാനങ്ങൾ. ഇപ്പോൾ വിമാനം എന്ന് പറഞ്ഞ സ്ഥാനമുണ്ട്, വിമാനസ്ഥാനം, മാനം നിശ്ചയിക്കുന്നതാണത്. അതിലൊരു അധ്യായമാണ് ജനപദോധ്വംസനീയം. ആ അധ്യായം പരമപ്രാധാന്യം അർഹിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത്. എങ്ങനെ ഒരു സമൂഹത്തെ രോഗമില്ലാത്തവരാക്കാൻ പറ്റും, എങ്ങനെയാണ് ഒരു സമൂഹം, ഒരു പ്രദേശം നശിക്കുന്നത്, ജനപദം എങ്ങനെയാണ് നാശം നേരിടുന്നത്, അതിൻ്റെ കാരണം എന്താണ്, ആ കാരണത്തെ പരിഹരിക്കലാണ് ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം. പക്ഷെ ഇന്ന് എന്തോ നമ്മുടെ ഒരു ദുഃഖകരമായ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇന്നത്തെ ശാസ്ത്രങ്ങൾ പലതും രോഗനിവാരണത്തിന് വേണ്ടി അല്ല എന്ന് തോന്നുന്നു. ഓരോ രോഗത്തിന് ഔഷധങ്ങൾ കഴിക്കുമ്പോഴും മറ്റ് രോഗങ്ങൾ കണ്ടുവരുന്നു. ശാശ്വത പരിഹാരത്തിന് വേണ്ടി നമ്മൾ ഈ ഉപരിപ്ലവമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ന്യായദർശനത്തിലൊക്കെ ഒരു കടല് കണ്ടു എന്ന് ചോദിച്ചാൽ കണ്ടു എന്ന് പറയും. പക്ഷെ നമ്മൾ കടല് കണ്ടിട്ടില്ല. വെള്ളവും തിരമാലയും കണ്ടിട്ട് കടല് കണ്ടു എന്ന് പറയുന്നത് പോലെയാണ്. വിവർത്തം എന്ന് പറയും.
പക്ഷെ ഇവിടുത്തെ ശാസ്ത്രങ്ങള്, ഭാരതീയ ശാസ്ത്രങ്ങള് അപ്രകാരമല്ല എന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഇത്രയും പറഞ്ഞത്. വളരെ സൂക്ഷ്മ രീതിയിൽ, അതീവ സൂക്ഷ്മ രീതിയിൽ മാനസികമായ വൈഷമ്യത്തെ, മാനസികമായ വികാരങ്ങളെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്, രാഗാദികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രം തുടങ്ങുന്നത്. ഔത്സുക്യം, മോഹം, അരതി മുതലായ വൈകല്യങ്ങളെ, വികാരങ്ങളെ ഉണ്ടാക്കുന്ന രാഗാദികളെ അശേഷകായ പ്രസൃതങ്ങളാണ്. മനസ്സിനെയും ശരീരത്തെയും ഒരേപോലെ വ്യാപിക്കുന്നതാണ്. അവ അശേഷങ്ങളുമാണ്. അശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ജന്മനാൽ സിദ്ധമാകുന്നത്, പൂർവ്വശരീരത്തിന്റെ പരിണാമം സംഭവിച്ചു വരുന്നതാണ്. ശേഷം അശേഷം. അതുകൊണ്ട് ഒരു തുടർച്ചയായി സംഭവിക്കുന്ന വൈഷമ്യങ്ങളാണ് മാനസിക വൈഷമ്യങ്ങൾ. അത് ശരീരത്തെയും മനസ്സിനെയും ഒരേപോലെ സ്വാധീനിക്കും. അത് സാംക്രമികമായാലും ശരി, നിജമായാലും ശരി. സാംക്രമികം എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികളായാലും ശരി. ആഗന്തു എന്ന് പറയാം. നമ്മള് ആഗന്തു എന്നുള്ള പദമാണ് അതിന് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. നിജമെന്നും ആഗന്തുവെന്നും രോഗം രണ്ടുമുണ്ട്. ആഗന്തു രോഗത്തിൽ വരുന്നതാണ് സാംക്രമിക രോഗങ്ങൾ. അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അങ്ങനെയാണ്. ഭൂതവിഷവായു അഗ്നിക്ഷതഭംഗാദി സംഭവ രാഗദ്വേഷാദ്യശ്ച രാഗന്ധവോ ഗതാ. അതിന് വ്യക്തമാണ് ആ നിർവചനത്തിൽ നിന്ന്. രാഗദ്വേഷ ഭയങ്ങളെല്ലാം ആഗന്തുജമാണ്, അത് ആത്മജമാണ്. നമ്മള് ജനിക്കുമ്പോൾ തന്നെ സ്വന്തം കർമ്മക്ലേശം കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്. ഗർഭാശയത്തിൽ സത്വം പ്രവേശിക്കുന്നത്, ജീവൻ പ്രവേശിക്കുന്നത് അതിന് പൂർവ്വശരീരത്തിലെ കർമ്മക്ലേശം കൊണ്ടാണ് എന്നാണ് വാഗ്ഭടൻ പറഞ്ഞിരിക്കുന്നത്. സ്വകർമ്മക്ലേശചോദിത സത്വ ഗർഭ സമ്പദ്യരേ. വ്യക്തമാണ്. ശാസ്ത്രം സത്യമാണല്ലോ, അല്ലാത്തൊന്നും ശാസ്ത്രത്തിൽ ചേർക്കില്ല. അത് പിന്നീട് വരും സ്ഥാനങ്ങൾ, ഓരോ സ്ഥാനങ്ങളും ഓരോ അധ്യായങ്ങളും പഠിക്കുമ്പോൾ അത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനെ വിദണ്ഡ ഉപയോഗിച്ച് ഈ ശാസ്ത്രം തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയോടുകൂടി പഠിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാകും. പൂർണ്ണമായി വിശ്വസിക്കണ്ട. ഈ തെറ്റാന്ന് തെളിയിക്കാൻ വേണ്ടി പഠിക്കൂ, സൂക്ഷ്മമായിട്ട്. എന്നാൽ നിങ്ങൾക്ക് ഉരുത്തിരിഞ്ഞു വരും, ബോധ്യപ്പെടും തെറ്റല്ല, സത്യമാണ്. അതേപടി വിശ്വസിക്കണ്ട. ഈ ശാസ്ത്രത്തിൽ എവിടെയെങ്കിലും ചില ലൂപ്പ് ഹോൾ ഉണ്ടോ, അത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി പഠിക്കുക, പഠിതാവ്. എന്നാൽ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും തെറ്റല്ല, സത്യമാണ്. ഇതും ആഗമസിദ്ധത്വാൽ പ്രത്യക്ഷം ഫലദർശനാൽ മന്ത്രവത്സം പ്രയോക്തവ്യം നമീമാംസ്യം കഥഞ്ചന എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇതെന്തിനാ പറയുന്ന വെച്ചാൽ പുതിയ ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടിയാണ്. ഒന്നുകൂടി ഇത് പലകുറി പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും തസ്മാൽ ബഹുശ്രുതം ശാസ്ത്രം എന്ന് പറയുന്നുണ്ട്. ബഹുശ്രുതം, അനേകം പ്രാവശ്യം കേട്ട് 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 പഠിക്കണം. ഒരു പ്രാവശ്യം കേട്ടാൽ കുറെ കഴിഞ്ഞ് മറന്നു പോകും. അതുകൊണ്ട് വളരെ പ്രാവശ്യം ബഹുശ്രുതമാകണം ശാസ്ത്രം. അതിനു വേണ്ടിയാണ് ഇത് പറയുന്നത്. അല്ലാതെ ഒരു സമയം പോക്കാനോ വേണ്ടിയല്ല എന്ന് പറയുക. ശാസ്ത്രത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ബഹുശ്രുതമാവാൻ, പറഞ്ഞതിന് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. ഇനിയിപ്പോ നമ്മള് ഈ ശാസ്ത്രത്തിൽ എത്തി നിൽക്കുന്ന അധ്യായം 5-ാം അധ്യായമാണ്. സൂത്രസ്ഥാനത്തിലെ 5-ാമത്തെ അധ്യായം വരെ എത്തിയത്. അത് മുഴുവായിട്ടില്ല, 3 തൊട്ടിട്ടില്ല. 5-ാം അധ്യായം ദ്രവദ്രവ്യാദി വിജ്ഞാനീയം എന്ന് പറയും. അതിലും എല്ലാം തുടർച്ചയായല്ല പോകുന്നത്, സെലക്ട് ചെയ്ത് എടുക്കുന്നത്. വെള്ളത്തിന്റെ ചെയ്തു പറഞ്ഞു, വെള്ളത്തിന്റെ പറഞ്ഞു, നെയ്യിന്റെ പറഞ്ഞു, പാലിന്റെ പറഞ്ഞു, പശുവും പാലിന്റെ, പൊതുവായിട്ടുള്ള പാലുകളുടെ.
പറഞ്ഞു, നെയ്യിന്റെയും പേരിന്റെയും പറഞ്ഞു കാണും. ഇനി അവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത് നമ്മള് ദ്രാവക രൂപത്തിലുള്ള മറ്റ് കാര്യങ്ങളാണ്. ഇപ്പോ പാലുൽപ്പന്നങ്ങളാണ് ഇന്ന് വളരെ വിഷമം തരുന്നതും രോഗത്തെ തരുന്നതുമാണ്. അതുകൊണ്ട് പാലുൽപ്പന്നങ്ങളെ കുറിച്ച് ഒന്നും കൂടി പറയാൻ തോന്നുന്നു. ഒരു സർവത്ര ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പനീർ, ചീസ് മുതലായത്. കേരളത്തില് ഇതിനെ കുറിച്ച് കേട്ടുകേൾവില്ല പണ്ട് കാലത്ത്. ഇപ്പോ മറ്റു പല രാജ്യങ്ങളിലും പോയി മടങ്ങി വന്നിട്ടുള്ള മലയാളികൾക്ക് ചീസ് വളരെ ഇഷ്ടവസ്തുവാണ്. ചീസ് ഇപ്പൊ ചീസ് മാത്രമല്ല, ഇപ്പോ നോൺ വെജിറ്റേറിയൻ ഫുഡിനാണ് താല്പര്യം. നോൺ വെജിറ്റേറിയൻ ഇപ്പൊ പുതിയ പുതിയ പേരുകളാണ്. കുഴിമന്തി, അങ്ങനെ കുറെ പേരുകളാണ്. കെട്ടിത്തൂക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സാധനങ്ങള് തുന്നിക്കൂട്ടിയിട്ട്, ഷബർമ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ കൂടുതൽ താല്പര്യം. പക്ഷെ ഇപ്പൊ അതൊക്കെ കുറഞ്ഞു. ഇപ്പൊ മാംസാഹാരത്തിന് മറ്റ് മാംസേതര ആഹാരങ്ങൾ, സസ്യാഹാരങ്ങൾ അങ്ങനെ രണ്ടായി തിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മുടെ പൂർവ്വ കാലങ്ങളില് ആഹാരത്തെ അങ്ങനെ നമ്മൾ വിഭജിച്ചിട്ടില്ല. വെജിറ്റേറിയൻ എന്നോ നോൺ വെജിറ്റേറിയൻ എന്നോ തരംതിരിച്ചിട്ടില്ല. ഇവിടെ നമ്മുടെ ആഹാരങ്ങള് അങ്ങനെ തരംതിരിവില്ല. നമുക്ക് മനസ്സിനെ ആധാരമാക്കിയാണ് ആഹാരത്തിന്റെ വിഭജനം വന്നിരിക്കുന്നത്. സ്വാത്വികപ്രിയം, താമസപ്രിയം, രാജസപ്രിയം. അങ്ങനെ സ്വാത്വിക, രാജസ, താമസ ഭേദേന ആഹാരങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഭാരതത്തിൽ മൊത്തം, കേരളത്തിലെന്നല്ല എല്ലായിടത്തും. അതില് വെജിറ്റേറിയൻ വരും, നോൺ വെജിറ്റേറിയൻ വരും, പഴകിയ ഭക്ഷണം വരും, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വരും, പുനഃതപ്തം വരും, എല്ലാം വരും. അന്നത്തെ കാലത്ത് ഫ്രിഡ്ജ് ഇല്ലെങ്കിലും പഴകിയ ഭക്ഷണം ഉപയോഗിച്ചിരുന്നു. ഗതയാമമായിട്ടുള്ള ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലെ ഇപ്പൊ ഓരോ പ്രാവശ്യം ഒന്നിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോ താമസികമായിട്ടുള്ള ആഹാരത്തെ കുറിച്ച് ചെറുതായിട്ടൊന്ന് ഒരു സൂചന മാത്രം തരാം. ഒരു പാകം ചെയ്ത ഭക്ഷണം ഒരു യാമം അഥവാ 3 മണിക്കൂർ കഴിഞ്ഞാൽ അത് താമസപ്രിയമായി, താമസമായിട്ടുള്ള മാനസിക നിലവാരമുള്ളവർക്ക് പ്രിയപ്പെട്ടതായി. ആ പ്രയോഗം നോക്കൂ, താമസപ്രിയം. രസങ്ങൾ മാറിയാല്, ഗന്ധം മാറിയാല്, ഉച്ഛിഷ്ടമായാല്, നമ്മൾ കൈകൊണ്ടെടുത്ത് ഭക്ഷണം കഴിച്ച് ആ കൈ കൊണ്ട് തന്നെ വീണ്ടും ആഹാരം തൊട്ടാൽ അതിന് ഉച്ഛിഷ്ടം എന്ന് പറയും. ഒരാൾ കഴിച്ചതിന് വേറൊരാൾക്ക് എടുത്തു കൊടുത്താൽ അത് ഉച്ഛിഷ്ടമായി. അങ്ങനെ ഉള്ള ഭക്ഷണങ്ങള് ഇതെല്ലാം മേധാശക്തിക്ക് ബലം കൊടുക്കാത്തതാണ്. അമേധ്യം, മലത്തിന് തുല്യമാണ്. ഇതെല്ലാം തമോ ഗുണത്തിനെ വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല തമോ ഗുണികൾക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഒരു വ്യക്തി അവരുടെ ആഹാരശീലം അറിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് അനുമാനിക്കാം ഇവൻ നല്ലവനാണോ, സത്വാനാണോ, താമസനാണോ, രാജസനാണോ എന്നുള്ള. അപ്പോ ഇത്തരത്തിലുള്ള ഇത് പരീക്ഷിച്ച് ഒരു 10-18 വർഷത്തോളം ഞാൻ അതിനെക്കുറിച്ച് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. സ്വമേധയാലും മറ്റുള്ളവരുടെ ഇടയിലും. രോഗികൾ വരുമ്പോൾ ഗവൺമെന്റ് ജോലിയുള്ള കാലത്ത് രോഗികളിൽ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും രോഗികൾ കേൾക്കും, ഒന്നും ചോദ്യം ചെയ്യില്ല. എന്താ പറഞ്ഞാൽ അത് ഇന്ന ആള് പറഞ്ഞതാണ്, അത് അതേപോലെ ചെയ്യാം എന്ന് പറയും. ഒരു വ്യക്തിയോട് ചികിത്സാരൂപത്തിൽ ഞാൻ ശ്മശാനത്തിൽ പോയിരിക്കാൻ പറഞ്ഞു. അയാളിനോട് ശ്മശാനത്തിൽ പോയി, അയാൾക്ക് ഭ്രാന്ത, എന്താ ശ്മശാനത്തിൽ പോയിരിക്കാൻ പറയുന്നത്, അതെന്താ ചികിത്സ എന്ന് പറഞ്ഞു. 2-3 ദിവസം കഴിയുമ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞു, ഭാര്യ ഒരു ടീച്ചറാണ്, ഒരു ചെറിയ സ്കൂളിലെ ടീച്ചർ. ഇയാള് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. ചോദിച്ചു, എന്നാലും അങ്ങനെ പറഞ്ഞ ഒന്ന് ഇരുന്ന് നോക്കൂ
ഒന്ന് പോയി ഇരുന്ന് നോക്കി. അങ്ങനെ പോയിട്ട് പോയി അയാള് ശ്മശാനത്തിൽ ബെഞ്ചിന്റെ അവിടെ പോയി ഇരുന്നു. പൊതു ശ്മശാനമാണ്. അവിടെ ഇരുന്ന് അപ്പൊ എന്താ മാഷ എവിടെ? ഒരു മാഷയുടെ കുറെ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ പണിയെടുക്കുന്നവര് ഒന്ന് ചോദിച്ചു. അപ്പൊ തിരിച്ചു പോയി. ഒന്നുമില്ല. അപ്പത്തേന് തിരിച്ചു പോയി. ആരെങ്കിലും വന്നിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നൊക്കെയാ ചോദ്യം. ഒന്ന് ആള് തിരിച്ചുപോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നിരുന്നു. അപ്പൊ പറഞ്ഞു അത്ര ആള് അവിടുത്തെ ഇന്ന ആള് പറഞ്ഞു എന്നോട് ഇവിടെ വന്നിരിക്കാൻ, അതുകൊണ്ട് വന്നതാണ്. എന്താ മാഷ അവിടെ ഇരുന്നോളൂ കൊണ്ട് ഒരു ബെഞ്ചൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ ഇരുന്നു. ചാരി ബെഞ്ച് ഇട്ട് കൊടുത്ത് അവിടെ ഇരുന്നു. അവിടെ ഒരു മണിക്കൂർ ഇരുന്നു. അപ്പൊ ആൾക്ക് തോന്നി എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന്. പിറ്റേ ദിവസം വന്നിരുന്നപ്പോൾ ആൾക്ക് ബോധ്യപ്പെട്ടു ഞാനും ഇടയ്ക്ക് വരാനുള്ള ആളാണല്ലോ എന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭയം മാറി. മരണഭയമായിരുന്നു ആൾക്ക്. നിത്യം ഒരു 2-3 ഡോക്ടർമാരെ പോയി കാണും ഈ അധ്യാപകൻ. എന്താ അത് ഇവിടെ പറയാൻ കാരണം വെച്ചാൽ, ഒരു രോഗത്തിന്റെ ചികിത്സ ശാസ്ത്രത്തിൽ വരുന്നത് വെറും ഔഷധമല്ല, അവരുടെ മനോഭാവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റ് ചിന്തകളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്തകള് ഒരു ആദരണീയനായിട്ടുള്ള അധ്യാപകനാണ്. കുറെ ശിഷ്യഗണങ്ങളുണ്ട് അദ്ദേഹത്തിന്. ആരെയും ദ്രോഹിക്കാത്തൊരു മനുഷ്യനാണ്, ഇപ്പോഴും ഉണ്ട്. അപ്പോ അങ്ങനെ ഉള്ള ഒരു ശ്രേഷ്ഠനായിട്ടുള്ള അധ്യാപകൻ ഇത്തരം രോഗങ്ങൾക്ക് അടിമപ്പെട്ട് നിത്യം ഡോക്ടർമാരെ കാണുക, സൈക്കാട്രിസ്റ്റിനെ കാണുക, ഗുളിക കഴിക്കുക, മാറി മാറി കാണുക, അങ്ങനെയുള്ളൊരു വിദ്വാനായിപ്പോയി. ഒരു ശാസ്ത്ര അധ്യാപകനും കൂടിയാണ് പഴയ കാലത്തുള്ളത്. അപ്പൊ അതെന്താ കാരണം എന്ന് വെച്ചാൽ, ആ ആളുടെ മനോഭാവം, ആ ആളുടെ ഭക്ഷണക്രമം താമസമായിരുന്നു. ഫ്രിഡ്ജിൽ വെക്കും, ആഴ്ച ഒരു ദിവസം വെപ്പുള്ള. ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ ഉള്ള സമയമാണ്. അപ്പൊ അവർക്ക് രണ്ടുപേരെല്ലാവരും ടീച്ചർമാരാണ്. അപ്പൊ രാവിലെ ഭക്ഷണം വയ്ക്കാനുള്ള സമയം ചെറുതായിട്ടുള്ള ചായയൊക്കെ ഉണ്ടാക്കും, വല്ല ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഉച്ചഭക്ഷണം കൊണ്ടുപോകും രാവിലെ. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ ആ ബാക്കി വന്നത് വീണ്ടും വെച്ച് ചൂടാക്കി കഴിച്ച് അങ്ങനെ വയറൊരു കുപ്പത്തൊട്ടി പോലെയായി. ആൾക്ക് താമസികമായിട്ടുള്ള മനോഭാവങ്ങൾ വൃദ്ധി പ്രാപിക്കാൻ തുടങ്ങി. മുഖം നോക്കി തന്നെ പറയാൻ പറ്റും ആള് പഴയ ഭക്ഷണം കഴിക്കുന്നവനാണ്. മുഖത്തിന് നിറം മാറി, ഒരു ശ്യാവ നിറം വന്നു. അങ്ങനെ ഒരു തമോ ഗുണത്തിന് കൈയും കാലം വെച്ച. തമോ ഗുണം എന്ന് പറഞ്ഞാൽ അതിന് ലക്ഷണം ഒന്ന് പറഞ്ഞുതരാം. അജ്ഞാനം, അറിവില്ലായ്മ, മോഹനിദ്ര, ചാപല്യം, ബുദ്ധിഹീനത, പാപിത്വം, പരപീഡത്വം, ഭയം, നിദ്ര, ആലസ്യം, വിഷാദം, ഇതൊക്കെ താമസികമായിട്ടുള്ള ഭാവങ്ങളാണ്. നമ്മൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞു രജസ്തമശ്ച മനസൗ ദൗജദോഷ ഉദാഹൃതൗ എന്ന് പറഞ്ഞു. രജസ്സെന്നും തമസ്സെന്നും മനസ്സിന് 2 ദോഷങ്ങളുണ്ട് എന്ന്. പക്ഷെ ഇവിടെ സത്വത്തിനെ ഗുണമായിട്ടാണ് കണക്കാക്കുന്നത്, സാത്വികതയെ ഗുണമായിട്ടാണ് കണക്കാക്കുന്നത്. രജസ്സിനെയും തമസ്സിനെയും ദോഷമായിട്ടും കണക്കാക്കുന്നു. ആ രജസ്സിന്റെയും തമസ്സിന്റെയും ദോഷങ്ങളുടെ പരിഹാരമാണ് ധീ, ധൈര്യ, ആത്മാദി വിജ്ഞാനം. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, നിശ്ചയാത്മികത, ധൈര്യം, ധീരത, ആത്മാവ് മുതലായതിനെ കുറിച്ചുള്ള അറിവ്, മനോബുദ്ധി അഹങ്കാരങ്ങളെ കുറിച്ചുള്ള അറിവ്, ആത്മാദി വിജ്ഞാനം. ഇതാണ് പരമമായിട്ടുള്ള മാനസിക ദോഷങ്ങളുടെ ഔഷധങ്ങൾ. അതിന്റെ ഭാഗമായിട്ടാണ് ശ്മശാനത്തിൽ പോയിരിക്കാൻ പറയുന്നത്. അപ്പൊ തമോ ഗുണിക്ക് മരണഭയം സംഭവിച്ചു. ഭയമാണ് താമസം, ഭയം, അജ്ഞാനം. ഭയം സംഭവിച്ചു. ആ ഭയത്തിൽ നിന്ന് അയാൾ മുക്തി നേടി. ഇപ്പൊ വളരെ സുഖം. ഒരു മരുന്നുമില്ല ഇപ്പൊ ആൾക്ക്. ഉറക്കമുണ്ട്, യഥാസമയം എല്ലാം ചെയ്യുന്നുണ്ട്. പ്രായമായി, ഇപ്പൊ ഒരു 80 എടുക്കുകയാണ് ആൾക്ക്. ഇത്രാളെ ഒരു കുഴപ്പമില്ല, ഒരു ഔഷധങ്ങളും സേവിക്കാതെ നിത്യനൂതനായി, അപ് ടു ഡേറ്റ് ആയിട്ട് സമ്പൂർണമായിട്ട് രോഗവിമുക്തി നേടിയ ആളാണ്. അങ്ങനെ ജീവിക്കുകയാണ് ഇപ്പോൾ. അത് എന്തുകൊണ്ടാണ്? ആ ഒരു 20 അല്ല, ഒരു 37 വർഷം മുൻപാണ് ഉണ്ടായത്. 37 വർഷം മുൻപ് ആളെ കറക്റ്റ് ചെയ്തു. അതിനുശേഷം ആൾ ഇത്രയും കാലമായിട്ട് രോഗമില്ലാണ്ട് ജീവിച്ചതാണ്. അപ്പൊ എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന ചികിത്സായോഗ്യത ഉള്ള രോഗികളെ എപ്പോഴും രോഗമില്ലാത്തവരാക്കി ജീവിക്കാൻ ഞാൻ ഒരു അവസരം കൊടുത്തിരുന്നു. അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിരുന്നു, മുൻഗണന കൊടുത്തിരുന്നു. അതിനുവേണ്ടി പറയാം, അതാണ് ശാസ്ത്രം.
അല്ലാതെ ഒരു രോഗിക്ക് മരുന്ന് കൊടുത്ത് അയാൾക്ക് ഉറക്കഗുളിക കൊടുത്ത് മയക്കി, അതല്ലെങ്കിൽ നിത്യവും മരുന്ന് കൊടുത്ത് മരുന്നുകൊണ്ട് ആ ശരീരത്തെ നിലനിർത്തി ആ മരുന്നിന്റെ തൽഫലമായിട്ട് മറ്റു പല വൈഷമ്യങ്ങൾ ഉണ്ടാക്കി ഒരു മരിച്ചു ജീവിക്കുന്ന രീതി ആയിരുന്നില്ല ശാസ്ത്രത്തിന്റെ ലക്ഷ്യം, ശാസ്ത്രത്തിന്റെ രീതി. ആയുർവേദത്തിന്റെ രീതി അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലുള്ള ആ സ്ഥാപനത്തിൽ ചികിത്സ തേടി വരുന്ന, ഗവൺമെന്റ് സ്ഥാപനമാണ്, ചികിത്സ തേടി വരുന്നവരെല്ലാം സമ്പൂർണ്ണ ആരോഗ്യവാന്മാരായിരുന്നു. ഇപ്പൊ അവിടെയൊന്നും കാര്യമായിട്ട് ഇപ്പോ ഉള്ള സാംക്രമിക രോഗങ്ങളില്ല, വളരെ വിരളം, വെരി വെരി റയർ. ഇവിടെ വരുന്നവർക്കും അങ്ങനെ രോഗങ്ങളൊന്നുമില്ല. അതിന് കാരണം നമ്മള് രോഗികളെ അത്തരത്തില് പഠിപ്പിച്ചിരുന്നു, അത്തരത്തിൽ ചിന്തിക്കാൻ വേണ്ടി നമ്മൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു, വ്യത്യസ്ത ചിന്തയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ കൊടുത്തിരുന്നു, നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. അനുസരിക്കുന്നവർക്ക്, വിഷവൈശ്യത ഉള്ളവർക്കേ അത് സാധ്യമാവുള്ളൂ. നമ്മൾ പറഞ്ഞ കേൾക്കുന്നവർക്കാണത് ആ സിദ്ധി കിട്ടുള്ളൂ, ആ ഒരു ഫലം കിട്ടുള്ളൂ. പറഞ്ഞാൽ കേൾക്കാത്തവർക്ക് എന്താണ് ചെയ്യാൻ? ഒരു രക്ഷയില്ല. ശ്മശാനത്ത് പോയിരുന്ന അവന്റെ രോഗം മാറുമോ? ആർദ്രപ്പഴയിൽ നടത്തി നല്ല വെള്ളം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ പറഞ്ഞാൽ എന്താ രോഗം മാറുമോ എന്ന രീതിയിലാണ്. അപ്പോ മാനസികമായിട്ടുള്ള രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് തമോ ഗുണത്തിനും രജോ ഗുണത്തിനും അഥവാ രജസ്സും തമസ്സുമായിട്ടുള്ള ദോഷങ്ങൾക്ക് പരിഹാരം കാണാൻ മുൻഗണന കൊടുത്തുകൊണ്ടാണ് ചികിത്സ നിലകൊള്ളുന്നത്. വിശേഷിച്ചും തുടക്കം മുതലേ ആയുർവേദം നിലകൊള്ളുന്നത് അത് വെടിവെച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പനീർ മുതലായ സാധനങ്ങൾ താമസമായിട്ടുള്ള ആഹാരമായിട്ട് കണക്കാക്കുന്നു. വർജ്യമാണ്. കീലാടം, കൂർച്ചികം, ഇതെല്ലാം വർജ്യമാണ്. അതുകൊണ്ടാണ് വലിയ കീലാട പീയൂഷ കൂർച്ചിക മോരടാതയ ശുക്ലനിദ്ര കഫകര വിഷ്ടംബി ബഹുദോഷള എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ബഹുദോഷങ്ങളെ ഉണ്ടാക്കുന്നതാണ്. വളരെ ദോഷങ്ങൾ ഉണ്ടാക്കും. ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള രജസ്തമസ്സുകളെയും വർദ്ധിപ്പിച്ച് സങ്കീർണമായ രോഗങ്ങൾ ഉണ്ടാക്കും എന്നാണ് ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നത്. അതിൻ്റെ പ്രായോഗിക വശം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും അനുഭവങ്ങൾ പറഞ്ഞത്. എന്താണ് ഒരു പനീർ കഴിച്ചാൽ ഉണ്ടാവുക, എന്താണ് ഒരു ചീസ് കഴിച്ചാൽ ഉണ്ടാവുക, എന്താണ് കീലാടം കഴിച്ചാൽ ഉണ്ടാവുക, എന്താണ് പുളിക്കാത്ത തൈര് കഴിച്ചാൽ ഉണ്ടാവുക എന്നുള്ളതിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും അനുഭവങ്ങൾ പറഞ്ഞത്. അനുഭവങ്ങളാണല്ലോ സത്യം. ഈ അനുഭവങ്ങൾ കുറെ ആൾക്കാർക്കുണ്ട്, അത്തരം അനുഭവങ്ങൾ. അതുകൊണ്ട് ഈ ഇത്തരം ഭക്ഷണങ്ങള് പാടില്ല എന്ന് നിഷേധിക്കുന്ന ഭക്ഷണങ്ങള് നിങ്ങൾ യാതൊരു കാരണവശാലും നിത്യം ഉപയോഗിക്കാതെ, എപ്പോഴെങ്കിലും ഒരു നേരം ഉപയോഗിക്കാനും കുഴപ്പമില്ല, പക്ഷെ നിത്യം ഉപയോഗിക്കരുത്. അത് നിത്യാഭ്യാസമാക്കരുത്. അതാണ് നിർദ്ദേശം വരുന്നത്. അങ്ങനെ അഥവാ നിത്യാഭ്യാസമാക്കിയാൽ നിങ്ങൾ പലതരം മാനസിക ശാരീരിക രോഗങ്ങൾക്കും മഹാരോഗങ്ങൾക്കും അടിമപ്പെടും. പ്രത്യേകിച്ച് പ്രമേഹം മുതലായ രോഗങ്ങൾക്ക്. പ്രമേഹം മൂത്തു കഴിഞ്ഞാൽ മനസ്സിനെ ബാധിക്കും. അങ്ങനെ പല രോഗങ്ങൾക്ക് അടിമപ്പെടും. 20 തരം പ്രമേഹങ്ങളാണ്. അതിൽ പല മഹാവ്യാധികൾ ഉണ്ടാവും, വാദവ്യാധികൾ ഉണ്ടാവും, ആവരണ രീതിയിലുള്ള വാദങ്ങൾ ഉണ്ടാവും, മൂടപ്പെട്ടുള്ള രോഗങ്ങൾ. ഇപ്പോ രാവിലെ ഭക്ഷണം കഴിച്ചു, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വിശക്കുകയാണ് ഒരാൾക്ക്, അപ്പൊ വീണ്ടും കഴിക്കും ഭക്ഷണം. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വയറ് കത്തിക്കാളി വിശന്നു. അത്തരം രോഗങ്ങളെ ദുഷ്ടബുഭുക്ഷ എന്ന് പറയും. അത് രോഗമാണ്. അതിനെല്ലാം കാരണം വിരുദ്ധാഹാരങ്ങളാണ്, തെറ്റായ ആഹാരക്രമങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഇത്തരം പഴകിയ ആഹാരങ്ങൾ, ഗതയാമമായിട്ടുള്ള ആഹാരങ്ങൾ. അപ്പൊ അത് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ അനുഭവമാണ്. അതിന്റെ പ്രമാണം ശാസ്ത്രമാണ്. ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള, നിഷ്കർഷിച്ചിട്ടുള്ള അനുഷ്ഠാനങ്ങളും വരുംവരായകളും വിധി നിഷേധങ്ങളും അനുസരിക്കാത്തവര്, അഥവാ അറിയാതെ പോയത്, അറിയാത്തവരാണല്ലോ അനുസരിക്കാത്തത്. പിന്നെ അറിയാണ്ട് നമ്മൾ അനുസരിക്കാണ്ട് മുന്നോട്ട് പോകുന്ന, ജീവിതം മുന്നോട്ട് പോകുന്ന
പ്രത്യേകിച്ച് ആഹാരക്രമത്തിലും മറ്റ് ചര്യകളിലും ആചാരങ്ങളിലും മുന്നോട്ട് പോകുന്നവർക്ക് ഉണ്ടാവുന്ന വൈഷമ്യങ്ങൾ അകറ്റാൻ വേണ്ടിയാണ് ഇത്തരം വിധി നിഷേധങ്ങൾ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നല്ലത്, എന്താണ് നന്നല്ലാത്തത്? സ്വസ്ഥനെ ആ സ്വാസ്ഥ്യത നിലനിർത്താൻ വേണ്ടിയാണ് ആയുർവേദം. സ്വസ്ഥസ്യ സ്വാസ്ഥ്യ സംരക്ഷണം, ആതുരസ്യ ദോഷപ്രശമനം. രോഗം വന്നവന് രോഗം മാറ്റൽ രണ്ടാം തരമാണ്, രണ്ടാമത്തെ പ്രയോറിറ്റിയാണ്. മുൻഗണന കൊടുക്കുന്നത് സ്വസ്ഥന്റെ സ്വാസ്ഥ്യതയെ സംരക്ഷിച്ചു കൊണ്ടുപോകാനാണ്. രോഗം വന്ന് ചികിത്സിക്കുന്ന രണ്ടാമത്തെ സ്ഥാനേ കൊടുത്തിട്ടുള്ളൂ. അതാണ് ഇത് ഈ ശാസ്ത്രത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ദിനചര്യ ഇങ്ങനത്തെ ആഹാരക്രമങ്ങളെല്ലാം പറയാൻ കാരണം. ഒരു പാലുൽപ്പന്നങ്ങളുടെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അതുപോലെ ഇപ്പൊ പലതരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. പാല് തിളപ്പിച്ച് അത് കട്ടയാക്കി, തിളപ്പിച്ച് കുറുക്കി കട്ടയാക്കി അതുകൊണ്ടുണ്ടാക്കുന്ന ചില ആഹാര പദാർത്ഥങ്ങളുണ്ട്, പലതരം ആഹാരങ്ങൾ. അതൊക്കെ നവമാണ്. അതൊക്കെ ചിലതൊക്കെ സ്വാത്വികാഹാരത്തിൽ പെടും, മറ്റു പലത് സ്വാത്വികാഹാരത്തിൽ പെടില്ല. അപ്പൊ നമ്മള് അത്തരം ഭോജ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് സ്വാത്വികമാണോ താമസമാണോ സുഗന്ധമുള്ളതാണോ എന്ന് നോക്കുക. നല്ല സുഗന്ധമുള്ളതാണെങ്കിൽ സ്വാത്വികമായിരിക്കും. ദുർഗന്ധം വമിക്കുന്നതാണെങ്കിൽ, പൂതിഗന്ധം ആണെങ്കിൽ താമസമായിരിക്കും. ഗന്ധം കൊണ്ട് മനസ്സിലാക്കാം സ്വാത്വികമാണോ രാജസമാണോ താമസമാണോ. ഇപ്പൊ ഒരു സാമ്പാർ വെച്ചു, അത് 2 ദിവസം കഴിഞ്ഞാൽ മണം മാറും, സ്വാദ് നേരിയ മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പൊ അത് താമസമായി ആഹാരം. അങ്ങനത്തെ കഴിക്കുന്ന ആൾക്കാരുണ്ട്, യഥേഷ്ടമുണ്ട്. അതേപോലെ ഇവിടെ തന്നെ ഭാരതത്തിൽ തന്നെ പല ആൾക്കാരും പഴകിയ ഭക്ഷണം കഴിക്കുന്ന ശീലമാക്കിയിട്ടുള്ളത്. അപ്പോ ഇവിടെ പഴയ കാലങ്ങളില് പഴഞ്ചോറ് കഴിക്കും ആൾക്കാർ. പഴഞ്ചോറ് പക്ഷേ താമസമായിക്കൊള്ളണമെന്നില്ല. അത് ഉണ്ടാക്കേണ്ട വിധിപ്രകാരം ഉണ്ടാക്കിയാൽ അത് രജസ്തമസ്സുകൾക്ക് അപ്പുറത്താണ്. രജോ ഗുണവും തമോ ഗുണവും അതിനെ ബാധിക്കില്ല. അത് ഉപയോഗയോഗ്യമാണ്, അനുകരണീയമായിട്ട് കരുതാം അതിന്. അതുകൊണ്ട് ഈ ദുഷ്ടബുഭുക്ഷ എന്ന് പറഞ്ഞ രോഗങ്ങളെ നിവാരണം ചെയ്യാനും സാധിക്കും. ഇവിടെ മലയാളത്തിൽ പറയും, മധ്യ കേരളത്തിൽ വെള്ളച്ചോറ് എന്ന് പറയും, പഴഞ്ചോറ് എന്ന് ചില ആൾക്കാർ പറയും. അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് പറയാം. അപ്പൊ ഒരു ഓദനം വിഷമുണ്ടോ അതല്ലെങ്കിൽ ശുദ്ധജലമാണോ എന്ന് പരീക്ഷിക്കാൻ നമ്മൾ 5-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയും, ഈ അരി വേവിച്ച് അത് വെള്ളത്തിൽ ഇട്ട് വെക്കുക കുറെ നേരം. ആ വെള്ളത്തിൽ അതിൻ്റെ നുലവ് നിറം വ്യത്യാസം വരുമോ അതല്ലെങ്കിൽ നുലവ് വരുമോ ചെയ്യുകയാണെങ്കിൽ അത് വെള്ളത്തിലേക്ക് ഉള്ള മാലിന്യങ്ങൾ വേഗം അരിയിലേക്ക് പിടിക്കും, നിറവ്യത്യാസം ഉണ്ടെങ്കിൽ വരും. അപ്പൊ അതുകൊണ്ട് ശുദ്ധജലത്തിനെ പരീക്ഷിക്കാനുള്ള മാർഗമാണ് ഒരു രാത്രികാലം വെള്ളത്തിലിട്ട് വെച്ച് അരിയെ പരീക്ഷിക്കാനും അതൊരു മാർഗമാണ്. ഒരു വേവിച്ച ധാന്യം, എന്തു തന്നെ അരി ആയാലും ഗോതമ്പായാലും എന്തു തന്നെ ആയാലും കുറച്ച് വെള്ളത്തിൽ അതിന് മുകളിൽ മൂടോളം വെള്ളത്തിൽ ഇളക്കി വെച്ച്, ശുദ്ധജലം ഇളക്കി വെച്ച് നല്ല പാത്രത്തിൽ ഇളക്കി വെച്ച് അത് കുറെ സമയം കഴിഞ്ഞ് ഒന്ന് ഇളക്കുക. അപ്പൊ അത് കലങ്ങി പോവുകയാണെങ്കിൽ അത് ഉപയോഗയോഗ്യമല്ല. കലങ്ങാതെ വെള്ളം വേറെ നിൽക്കലും വറ്റ് വേറെ നിൽക്കലും ആയാൽ അത് ഉപയോഗിക്കാം. ആ വെള്ളത്തോടു കൂടി ഉപയോഗിക്കാം, വെള്ളം കളഞ്ഞിട്ട് ഉപയോഗിക്കാം. അപ്പൊ അത് കലങ്ങിയെങ്കിൽ അത് താമസമായി, ചെറിയ മണത്തിന് വ്യത്യാസം വന്നിട്ടുണ്ടാവും. എല്ലാം മണത്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. മണത്ത് നോക്കി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാർ. പക്ഷേ അതൊരു ഭക്ഷണം തന്നെയാണ്. മണം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും എല്ലാറ്റിൻ്റെയും. മണം എന്നാൽ എന്താണ്? ഭൂമിയുടെ ആധിക്യമാണ്. പഞ്ചഭൂത സിദ്ധാന്തത്തില് തത്ര ഗന്ധവതി പൃഥ്വി എന്ന് പറയും. പൃഥ്വിയുടെ സാന്നിധ്യം അറിയാൻ വേണ്ടിയാണ് നമ്മൾ മണത്ത് നോക്കുന്നത്. ഗന്ധമുണ്ടോ, അതിന്റെ സ്വതവേ ഉണ്ടാവുന്ന ഗന്ധമാണോ, പഴകിയിട്ടുണ്ടാകുന്ന പൂതി ഗന്ധമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്.
അപ്പോൾ ഒക്കെ മണത്ത് നോക്കണം, എന്നാൽ അതിന്റെ ഗുണം ഏറെക്കുറെ നമുക്ക് അറിയാൻ പറ്റും. നല്ല കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ, വറവിലിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന്റെ മണം വരും. ചീത്ത മണം വന്നാൽ നമുക്ക് മനസ്സിലായി എന്തോ കരിഞ്ഞു, അത് നന്നല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഭക്ഷണം പാകം ചെയ്യാൻ അറിയുന്നവർക്ക്. അപ്പൊ ഗന്ധത്തിൽ നിന്ന് അത് അനുമാനിക്കാം. അപ്പൊ ഗന്ധം വളരെ പരമപ്രധാനമാണ്. മൂക്ക് ആണ് അതിന്റെ ഇന്ദ്രിയം, ഗന്ധം തരുന്നത്. പഞ്ചഭൂത സിദ്ധാന്തത്തില് ഇപ്പോ ഈ ദ്രാവകങ്ങളെല്ലാം ജലഗുണത്തിന്റെ ആധിക്യമുള്ളതാണ്, ദ്രവദ്രവ്യാദി വിജ്ഞാനമാണ്. അപ്പൊ ഇവിടെയുള്ള ദ്രാവക രൂപത്തിലുള്ള ഭക്ഷ്യ വസ്തുക്കളെല്ലാം പാലായാലും മോരായാലും തൈരായാലും എല്ലാം അതിന്റെ ശരിയായ ഗന്ധം കൊണ്ട് നമുക്ക് അനുമാനിക്കാം. അത് ശുദ്ധമാണോ, പൂതിഗന്ധമാണോ, കളയാൻ പറ്റുന്നതാണോ, അതോ ഉപയോഗയോഗ്യമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. രുചിക്കേണ്ട ആവശ്യമില്ല, ഗന്ധം കൊണ്ടറിയാം. ഗന്ധം വരുന്നത് എങ്ങനെയാ വെച്ചാൽ പൃഥ്വീഭൂതത്തിന്റെ ഒരു ഇതാണ്. ഗന്ധം പഞ്ചഭൂത സിദ്ധാന്തത്തിൽ പൃഥ്വി എന്നുള്ള ഭൂതമുണ്ട്, ഭൂമിഭൂതം. അതിന്റെ തന്മാത്രയാണ് ഗന്ധം. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ഗന്ധം. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങള് ആണ് പറയാം, പഞ്ചതന്മാത്രകൾ. അതാണ് മൂലം, അതിന്റെ ഒരു സൂക്ഷ്മ രൂപത്തിലുള്ള ഒരു അംശമാണ്, പ്രപഞ്ചത്തിൽ മുഴുവൻ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഗന്ധത്തിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പൊ ചില ആൾക്കാർ പറയും, ചില വീട് മണത്ത് നോക്കി കഴിക്കുന്നത് ആഹാരം എന്ന്. എന്താവും മണത്ത് നോക്കി കഴിക്കുന്നത്? നായർന്ന പണ്ട് കാലത്ത് എന്നൊക്കെ ചോദിക്കും. അത് തെറ്റാണ്, അത് തെറ്റായൊരു കീഴ്വഴക്കമാണ്. എല്ലാം നമ്മൾ മണത്ത് നോക്കി തന്നെ കഴിക്കണം. മണം കൊണ്ടറിയാം അതിന്റെ സ്വാദ്. സൂക്ഷ്മരൂപത്തില് മണം കൊണ്ട് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ദേവന്മാർക്ക്, ദേവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്കുള്ള ബോധ്യമാണ് മണം. ഹവിർ ബുക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും. ഹവിസിനെ ഭക്ഷിക്കുന്നവൻ. ഹവിസ് എന്ന് പറഞ്ഞാൽ അതിന് ഉരുത്തിരിഞ്ഞു വരുന്ന മണമാണ്, ദേവന്മാരാണത്. അത് മറ്റു ദേവന്മാരല്ല, നമ്മുടെ ഉള്ളിലുള്ള ദേവന്മാർക്ക് വേണ്ടിയാണത്. നമ്മുടെ ദേവന്മാരാണത് ഹവിസിനെ കഴിക്കുന്നത്, ദേവേന്ദ്രനല്ല, ആ തരത്തിലുള്ള ദേവന്മാരല്ല. ദേവന്മാർ എന്നാൽ ദ്യോതനം തരുന്നവർ, അറിവ് തരുന്നവർ എന്ന അർത്ഥം ഇവിടെ എടുക്കേണ്ടത്. ഇത് ശാസ്ത്രമാണല്ലോ. അറിവിനെ ഉണ്ടാക്കുന്നവരെയാണ് ദേവന്മാർ, ജീവധാതുവാണ്. അപ്പോൾ നമ്മൾ ഗന്ധം ആദ്യം ശ്രദ്ധിക്കണം, പരമപ്രധാനമാണ് അത് എല്ലാ കാര്യത്തിലും. അപ്പൊ അതുകൊണ്ട് അതിന് ഗന്ധത്തിന്റെ പ്രാധാന്യം ഒന്ന് സ്പഷ്ടമാവാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ശാസ്ത്രങ്ങളിൽ ഗന്ധത്തിന് പരമപ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. താമസികമായിട്ടുള്ള ഗന്ധം എന്താണ്, രാജസമായ ഗന്ധം എന്താണ്, സ്വാത്വിക ഗന്ധം ഏതാണ് എന്നൊക്കെ വരും ഗ്രന്ഥങ്ങളിൽ വരുമ്പോൾ, നമുക്ക് വരും അധ്യായങ്ങൾ വരുമ്പോൾ ഒന്നുകൂടി സ്പഷ്ടമാവും. ഇതൊരു നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഒരു പ്രാഥമിക വിവരണം തന്നു എന്ന് മാത്രമേ ഉള്ളൂ. സൂക്ഷ്മ രൂപത്തില്, അതീവ സൂക്ഷ്മ രൂപത്തിൽ നമുക്ക് ഇതിനെ കുറിച്ച് വിശകലനം ചെയ്യുന്ന അധ്യായങ്ങൾ വരാൻ പോകുന്നുണ്ട്. സൂത്രരൂപേണ പറയുന്നുണ്ട്, സൂക്ഷ്മ രൂപേണ പറയുന്നുണ്ട്, വ്യംഗ്യമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വിപത്തിനെ പറയുന്നുണ്ട്. ഇതിലാർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയം ജനിപ്പിക്കുന്ന ആളോ എല്ലാം ഉണ്ടാക്കിയത്. സംശയം ആർക്കും ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാം. മോൾക്ക് അടിയത്തോ
ഈ ദ്രവദ്രവ്യാദി വിജ്ഞാനത്തിൽ വരുന്ന ഒന്നാണ് മദ്യം. കേട്ടില്ലോ? മദ്യം ദ്രാവക രൂപത്തിലുള്ളതാണ്. അപ്പനി ദ്രവദ്രവ്യാദി വിജ്ഞാനത്തില് വരുന്നൊരു ദ്രവ്യമാണ് മദ്യം. തൈലവർഗമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത മദ്യവർഗം വരാൻ പോകുന്നത്. ഇപ്പൊ അതും ആനുകാലിക പ്രസക്തിയുള്ളതാണ് മദ്യം. അപ്പൊ മദ്യത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ള ശാസ്ത്രമാണ് ആയുർവേദം. 2 അധ്യായം തന്നെ പറയുന്നുണ്ട് മദാത്യ നിദാനം, മദാത്യ ചികിത്സ. ഇവിടെ ദ്രവദ്രവ്യാദി വിജ്ഞാനം എന്ന 5-ാം അധ്യായ സൂത്രസ്ഥാനത്തിലെ മദ്യവർഗം ഒരു വർഗമാണ്. മദ്യത്തിന്റെ പൊതു ഗുണമാണ് ഇവിടെ പറയുന്നത്. സൂക്ഷ്മമായിട്ട് ഓരോന്നിനെ കുറിച്ച് വിശകലനം പിന്നീട് ചെയ്യാം. 2 അധ്യായം കിടക്കുകയാണല്ലോ. ദീപനം രോചനം മദ്യം, തീഷ്ണോഷ്ണം തുഷ്ടിപുഷ്ടിതം, സസ്വാദ് തിക്തകടുകം, അമ്ലപാകരസം സരം, സ കഷായ സ്വര ആരോഗ്യ, പ്രതിഭാവർണകർ ലഘു, നഷ്ടനിദ്ര അതിനിദ്രേഭ്യോ ഹിതം, പിത്താശ്രദൂഷണം, ഖൃശസ്ഥൂലഹിതം, രൂക്ഷം സൂക്ഷ്മം, ശ്രോതോവിശോധനം, വാതശ്ലേഷ്മഹരം, യുക്ത്യാപീതം, വിഷവധന്യഥ. ഇതാണ് പൊതുവായിട്ടുള്ള ഗുണം പറഞ്ഞിരിക്കുന്നത്. ഗുരു ത്രിദോഷജനനം നവം ജീർണമതോ അന്യഥ. അപ്പൊ അതിന്റെ കാലഘട്ടവും പറഞ്ഞു. മദ്യം എന്ന് പറഞ്ഞാൽ അത് ദീപനം ഉണ്ടാക്കുന്നതാണ്, അഗ്നിദീപ്തി ഉണ്ടാക്കും, രുചി ഉണ്ടാക്കും, തീഷ്ണമാണ്, ഉഷ്ണവീര്യമാണ്, തുഷ്ടി പുഷ്ടികളെ ഉണ്ടാക്കും, സന്തോഷത്തിനെയും ശരീരപുഷ്ടി ഉണ്ടാക്കും, മധുരരസമാണ്, തിക്തരസമുണ്ട്, കടുരസമുണ്ട്, വിഭാഗത്തിൽ അമ്ലമായി, അമ്ലത്വം അസിഡിറ്റി ഉള്ളവർക്ക് പറ്റില്ല. സരമാണ്, ശോധന ഉണ്ടാക്കുന്നത്. സരം എന്ന് പറഞ്ഞാൽ ശോധന ഉണ്ടാക്കുന്ന അർത്ഥം. കഷായരസം ചവർപ്പരസത്തിന്റെ പ്രാമുഖ്യമുള്ളതാണ്. നല്ല സ്വരമാധുര്യം ഉണ്ടാക്കും, ആരോഗ്യം ഉണ്ടാക്കും, പ്രതിഭ ഉണ്ടാക്കും, പ്രതിഭ ഉണ്ടാക്കും. ബുദ്ധിയുടെ അവസ്ഥാവിശേഷമാണ് പ്രതിഭ. വർണ്ണം, നല്ല വർണ്ണം ഉണ്ടാക്കും, ലഘുവാണ്, ഉറക്കമില്ലാത്തവർക്ക് ഹിതമാണ്, അമിതമായിട്ട് ഉറങ്ങുന്നവർക്കും ഹിതമാണ്. നഷ്ടനിദ്ര അതിനിദ്രേഭ്യോ ഹിതം. എപ്പോഴും കിടന്നുറങ്ങും അമിതമായ നിദ്ര ഉള്ളവർക്കും ഉറക്കമില്ലാത്തവർക്കും ഒരേപോലെ ഹിതമായിട്ടുള്ളതാണ്. രക്തപിത്തത്തിനെയും ദുഷിപ്പിക്കുന്ന, രക്തത്തിനെയും പിത്തത്തിനെയും ദുഷിപ്പിക്കുന്നതാണ്. ബ്ലഡിനെ ദുഷിപ്പിക്കും, ദോഷം ഉണ്ടാക്കും. അപ്പൊ ഈ ബി പി ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് കഴിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. രക്തപിത്ത രോഗികൾക്ക് ഇത് കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും. ബ്ലഡ് വോമിറ്റിംഗ് ഉള്ള രോഗികളുണ്ട് അവർക്ക്. വാതരക്തം, ചില ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് ദോഷം ചെയ്യും. വാതശ്ലേഷ്മഹരം, വാദവ്യാധികൾക്ക് നല്ലതാണ്, കഫജമായിട്ടുള്ള വ്യാധികൾക്ക് നല്ലതാണ്. രൂക്ഷമാണ്, അതുകൊണ്ട് വാതകോപം ഉണ്ടാക്കും എന്ന് പറയാം. പക്ഷേ അതിൻ്റെ ഉറവിടമനുസരിച്ച് വാദശമനവുമാണ്. പൊതുവെ രൂക്ഷമാണ്. ഇപ്പൊ സാനിറ്റൈസർ ബേസ് ആൽക്കഹോളാണല്ലോ. അത് അമിതമായി കയ്യിലായ എന്താ ഉണ്ടാവുക? അബ്സൊല്യൂട്ട് സ്പിരിറ്റ് അമിതമായി കയ്യിലായ എന്താ ഉണ്ടാവുക? അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, രൂക്ഷതയാണ്. സൂക്ഷ്മമാണ്, സൂക്ഷ്മ രീതിയിൽ പ്രവർത്തിക്കും. സൂക്ഷ്മ സ്രോതസ്സുകളെ പോയിട്ട് ശുദ്ധി വരുത്തും. അതാണ് ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, സ്പിരിറ്റ് ഉപയോഗിക്കുന്നത്. സ്രോതോവിശോധനം, ചെറിയ സ്രോതസ്സുകളെ ഒക്കെ ശുദ്ധീകരിക്കും.
ഹരമാണ്, അതേപോലെ തന്നെ കപഹരവുമാണ്. അപ്പോ വാതളം എന്ന് ആദ്യം പറഞ്ഞു, രൂക്ഷം എന്ന് പറഞ്ഞു. രൂക്ഷത വാദത്തിന് ഉണ്ടാക്കുന്നതാണല്ലോ. പക്ഷെ പിന്നെ പറയണ വാദശ്ലേഷ്മഹര, വാദത്തിനെയും ശ്ലേഷ്മാവിനെയും കപത്തിനെയും ശമിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ്? യുക്തിയാപീതം, പീതം അത് പുരട്ടിയാലല്ല, കഴിച്ചാൽ, യുക്തിക്കനുസരിച്ച് കഴിച്ചാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടും. അന്യഥാ വിഷവത്, യുക്തിക്ക് വിരുദ്ധമായിട്ട് കഴിച്ചാൽ, മദ്യപാന വിധിക്ക് വിരുദ്ധമായിട്ട് കഴിച്ചാൽ അത് വിഷത്തിന് തുല്യമാണ്. ഗുരുവായിരിക്കും ത്രിദോഷത്തിനെ വർദ്ധിപ്പിക്കും. എങ്ങനത്തെ മദ്യം? പുതിയ മദ്യം, നവം മദ്യം. അതുകൊണ്ട് മദ്യം ഉണ്ടാക്കിയിട്ട് ചുരുങ്ങിയത് ഒരു 3 വർഷം അല്ലെങ്കിൽ 1 കൊല്ലെങ്കിലും കഴിഞ്ഞിട്ടേ ഉപയോഗിക്കാവൂ. ഇന്ന് ഉണ്ടാക്കിയിട്ട് 4-5 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കരുത്. എത്ര പഴകണോ അത്രയും ഗുണമാണ് അതിന്. പുരാണമായിട്ടുള്ള തന്നെ ഗുണം കൂടുക. 7 കൊല്ലം 100 കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ടുള്ള മദ്യത്തിനാണ് ഗുണം കൂടുക. എന്ത് മദ്യമായാലും ശരി, അത് ഡിസ്റ്റിൽ ചെയ്തായാലും ശരി, അല്ലാത്തതായാലും ശരി. ഇപ്പോ ഒരു ദോഷോപക്രമണീയം എന്നൊരു അധ്യായം പറയുന്നുണ്ട് സുപ്രസ്ഥാനം തന്നെ. അതില് വാദസ്യോപക്രമ സ്നേഹസേത സംശോധന മൃദു എന്ന് പറഞ്ഞില്ലേ, അവസാനം പറയും മദ്യം പൗഷ്ടിക ഗൗഡിയം. പിഷ്ടമദ്യവും ഗുഡമദ്യവും വാദഹരങ്ങളായിട്ട് പറയുന്നുണ്ട്. പിഷ്ടമദ്യം എന്ന് പറഞ്ഞാൽ അരച്ച് കുളിപ്പിച്ചുണ്ടാക്കുന്ന മദ്യം. ഗുഡം എന്ന് പറഞ്ഞാൽ ശർക്കര കൊണ്ടുണ്ടാക്കുന്ന മദ്യം. ഇതൊക്കെ വാദത്തിന് ഔഷധങ്ങളായിട്ട് പറയും, വാദഹാരങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ മദ്യത്തിനും അതിൻ്റെ ഉറവിടം അനുസരിച്ച് അതിൻ്റെ ഗുണത്തിന് വ്യതിയാനം വരുന്നുണ്ട്. അതിൻ്റെ പുരാണത്വം കൊണ്ട് വ്യതിയാനം വരുന്നുണ്ട്. അതിൻ്റെ ഉപയോഗിക്കേണ്ട രീതി അനുസരിച്ച് വ്യതിയാനം വരുന്നുണ്ട്. ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നും നിഷ്കർഷിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട്. അപ്പോ ഈ മദ്യപാന വിധി വളരെ വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ ആരും മദ്യം ഉപയോഗിക്കില്ല. അങ്ങനെയാണ് നമ്മൾ ഈ അഡിക്ഷനുള്ള, മദ്യത്തിൽ അഡിക്ഷനുള്ള ആൾക്കാരെ, വിദ്വാൻമാരാണെങ്കിൽ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവര് ആ അടിമത്തത്തിൽ നിന്ന് മാറി നിൽക്കും. അതും അനുഭവമുള്ളതാണ്. ഒരു 36 മണിക്കൂർ തുടർച്ചയായിട്ട് മദ്യപിക്കുന്ന ആൾക്കാരുണ്ട് അബോധാവസ്ഥയിൽ. അവരുടെ മദ്യപാനത്തിന് അഡിക്ഷനാണ്. അതെല്ലാം മാറ്റിക്കൊടുത്തു. എങ്ങനെയാണ്? മരുന്നുകൊണ്ടല്ല. മദ്യപാന വിധി അദ്ദേഹത്തിനെ പഠിപ്പിച്ചു. വിദ്വാനാണ്, ഒരു തന്ത്രിയാണ്, പഠിപ്പിച്ചു. പിന്നെ തൊട്ടില്ല മദ്യം. പിന്നെ അപൂർവം ചില സമയങ്ങളിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അത്ര ചെറുതായിട്ട്. ഇപ്പൊ അതിന് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതും നിർത്തിവെച്ചു. അങ്ങനെയാണ്. അത് എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എന്താണ് അതിന്റെ മെത്തേഡ് എന്നൊക്കെ എല്ലാം വിധി പറയുന്നുണ്ട്, വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് മദ്യത്തിനെ കുറിച്ചുള്ള ഒരു പൊതുവിവരണം ഇവിടെ പറയുന്നത്. പിന്നെ ഓരോ മദ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ വീണ്ടും വീണ്ടും പറയും. പിഷ്ടമദ്യം, ഓരോ തേയിൽ നിൽക്കുന്ന മദ്യം, സുരാമദ്യം, സുരാകൃശാനാം പുഷ്ടിയർത്ഥം സ്ഥൂലാനാന്ത മധൂതകം എന്നെല്ലാം വിശദമായിട്ട് വീണ്ടും മറ്റു പലയിടങ്ങളിലും പറയുന്നുണ്ട്. മദ്യത്തില് എങ്ങനത്തെ ഷഡ്രസങ്ങളില് ഒരു രസം ഇല്ല മദ്യത്തില്. അതുകൊണ്ടാണ് അതിന് ഒരു പ്രത്യേകത വരുന്നത്. ഒരു അമിതമായി മദ്യപിച്ച ആള്, അമ്ലമാണല്ലോ, അമ്ലപാകരസം സരം എന്ന് പറഞ്ഞു. വിഭാഗത്തിൽ അമ്ലരസമാണ്, പുളിപ്പായിട്ടാണ് വരിക. അപ്പൊ നമ്മളിവിടെ ഇപ്പോഴുള്ള ഈ ആസിഡ് ആൽക്കലി പ്രയോഗം ഉണ്ടല്ലോ, എൻഡാസിഡ് രീതികൾ, അത് വളരെ മുൻപ് തന്നെ നിലനിന്നിരുന്നു ഇവിടെ. അതാണ് ക്ഷാരോഹി യാതി മാധുര്യം ശീഘ്രം അമ്ലോപസംഹിത എന്ന് വരും അധ്യായങ്ങളിൽ പറയും. ഇത് ക്ഷാരഗുണമാണ്.
മദ്യത്തിന്. അത് അമ്ലത്വം ഉണ്ടാക്കും. അമ്ലപാകരസാണ്. വിഭാഗത്തിൽ അമ്ലത്വം വരും. അപ്പൊ ഒരു അമ്ലത്വം വരുന്ന ക്ഷാരമാണ് കണക്കാക്കുന്നത്. ശരണാൽ ക്ഷാര എന്നതിന് പറയാം. അപ്പൊ അതില് ഒരു മദ്യം ഉപയോഗിച്ച ആൾക്ക് പുളിച്ച മോരോ ഈ നാരങ്ങ വെള്ളം കുടിക്കാൻ കൊടുത്താൽ അത് കുറച്ച് ശമനം കിട്ടും, സ്വബോധം തിരിച്ചു കിട്ടും. അതിന് കാരണം ഇതാണ്: ക്ഷാരോഹി ആദി മാധുര്യം ശീഘ്രം അമ്ലോപസം. ആമാശ തന്നിട്ടുള്ള പ്രവൃത്തിയാണ്. മദ്യപിച്ച ഓർമ്മയില്ലാണ്ട് കിടക്കുന്ന ആൾക്ക് കുറച്ച് പുളിച്ച മോരോ തൈരോ കോരി കൊടുക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക നാവില്. അപ്പൊ അവന്റെ ആ ഒരു മപ്പൊക്കെ ഒന്ന് ഒതുങ്ങും, മതം ഒതുങ്ങും. മതാത്യം എന്നുള്ള ചികിത്സേന്റെ, മതാത്യം എന്നുള്ള രോഗം വരും. ആ മതാത്യ ചികിത്സയിൽ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ ഒരു അധ്യായമാണ്. മദ്യം കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളാണ്. മദ്യം ഒട്ടും കുടിക്കാൻ പാടില്ലാത്ത ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് വരും ഗ്രന്ഥങ്ങളിൽ. ഇത് മദ്യത്തിന്റെ പൊതു ഗുണം മാത്രമേ പറഞ്ഞുള്ളൂ, ദോഷം ഇനി വരാൻ പോണേ ഉള്ളൂ. ഗുണത്തിനേക്കാളേറെ ദോഷമാണത്. അതിന് ആസക്തി വന്നാൽ അതിനേക്കാൾ അപകടമാണ്. ഹിതം അഹിതം, സുഖം ദുഃഖം, അർത്ഥം അനർത്ഥം, ഇതൊന്നും ഇതിൽ ആസക്തി വന്ന ആൾക്കാർക്ക് അറിയാൻ സാധിക്കില്ല. ഏത് ആസക്തോ എന്നെ ജാനാതി കഥം തത് ശീലയത് ബുധ എന്ന് ചോദിക്കുകയാണ്. ഹിതം അഹിതം, സുഖം ദുഃഖം, അർത്ഥ അനർത്ഥം, ഹിതാഹിതം, യഥാസക്തോ എന്നെ ജാനാതി കഥം തത് ശീലയത് ബുധ. ബുദ്ധിമാന്മാരെങ്ങനെയാ അത് ഉപയോഗിക്കാൻ? അപ്പോ ഇതിൽ ഒന്നിലും നമ്മൾ ആസക്തി പാടില്ല, അഡിക്റ്റഡ് ആവരുത് എന്നാണ് പറയുന്നത്. അത് രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു: അനുയായാൽ പ്രതിപദം സർവധർമ്മേഷു മധ്യമം മദ്യവിക്രിയ സന്താന ദാനപാനാനി നാചരേൽ എന്ന് ഒന്നാം അധ്യായത്തിൽ പറഞ്ഞു. മദ്യം ഉണ്ടാക്കുക, അതിനെ നമ്മൾ സന്ധാനം ചെയ്യുക, കൂട്ടിച്ചേർക്കുക, അതൊരാൾക്ക് ദാനം ചെയ്യുക, കുടിക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് രണ്ടാം അധ്യായം ദിനചര്യയിൽ പറഞ്ഞു. മനസ്സിലായോ? എന്നതിന് ശേഷമാണ് എന്താണ് മദ്യം, മദ്യം അമിതമായി ഉപയോഗിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് വിശദീകരിച്ചു തരുന്നത്. മദ്യവിക്രിയ സന്ധാന ദാന പാനാനി നാചരേ, നിഷേധ രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അതാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മദ്യം ഉണ്ടാക്കുകയോ അതിന് നിത്യം ശീലിക്കുകയോ ഒരാൾക്ക് അത് കൊടുക്കുകയോ നിത്യം കുടിക്കുകയോ അരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ശാസ്ത്രം ഉണ്ടായത് കേരളത്തിലല്ല, ശീതകാലം കൂടുതലുള്ള രാജ്യത്താണ്. എന്നാൽ ഗ്രീഷ്മ ഋതു ഉണ്ടേ. ഗ്രീഷ്മ ഋതുവിന്റെ കടന്നുകയറ്റവും ഹേമന്ത ഋതുവിന്റെ മാക്സിമം ഉള്ള രാജ്യത്തുണ്ടായ ശാസ്ത്രമാണ് ഈ ആയുർവേദം എന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ പരാമർശങ്ങളിൽ നിന്നെല്ലാം. ശൈത്യം ഉള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ കൊടും തണുപ്പ് ഉള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഗൗഡീയ മദ്യങ്ങൾ, ഗുഡമദ്യങ്ങൾ, പിഷ്ടമദ്യങ്ങൾ, അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇപ്പോ ഈ പുരാണമായിട്ടുള്ള പല മദ്യങ്ങൾ, പഴകിയ മദ്യങ്ങൾ, പഴങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കുന്ന മദ്യങ്ങൾ, സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോൾ ഉണ്ടായിട്ടുള്ള മദ്യങ്ങൾ, വെച്ചാൽ വൈൻ പോലത്തെ. നമ്മൾ അരിഷ്ടങ്ങൾ ഒരു ആയുർവേദത്തിൽ എങ്ങനെയാ വെച്ചാല് ഔഷധ നിർമ്മാണത്തിൽ അരിഷ്ടങ്ങളുണ്ട്, ആസവങ്ങളുണ്ട്. അരിഷ്ടാസവങ്ങളൊക്കെ ഏകദേശം മദ്യം തന്നെയാണ്. ഏതപക്വം ഔഷധം അമ്പുഭ്യാം സിദ്ധം മദ്യം സ ആസവമാണ്. അരിഷ്ടക്വാർ സിദ്ധസ്യാൽ കൽപ്പസ്ഥാനം പറയുന്നതാണ് അഷ്ടാംഗം. അപ്പോ ഇതെല്ലാം മദ്യം തന്നെയാണ്, സ്വമേധയ ഉണ്ടാവുന്നത്. പിന്നെ അർക്കം എന്ന് പറയും, അത് ഡിസ്റ്റിൽ ചെയ്യും, അത് വാക്കിയെടുക്കുന്നതിന് അർക്കം എന്ന് പറയും, സ്പിരിറ്റ്. അർക്കപ്രകാശം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥം തന്നെയുണ്ട് ആയുർവേദത്തില്, കേട്ട് കാണും.
അത് ഉണ്ടാക്കിയ ആൾ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. രാവണനാണ് അർക്കപ്രകാശത്തിന്റെ രചയിതാവ്, നമ്മുടെ ദശാനനൻ ത്രേതായുഗത്തിൽ. അപ്പോ ത്രേതായുഗത്തിൽ തന്നെ അർക്കപ്രകാശം രചിക്കാൻ തക്ക ത്രാണി അന്നത്തെ രാജാവായിട്ടുള്ള രാവണനുണ്ടായി. അതിന്റെയും മുൻപ് തന്നെ അവിടെ മദ്യം ഉപയോഗിച്ചിരുന്നതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. രാവണനേക്കാൾ മുൻപ്, ഒരു ത്രേതായുഗത്തിന്റെ മുൻപ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് അടിമകൾ ഉണ്ടായിരുന്നു. അർക്കപ്രകാശം ഗ്രന്ഥം മണ്ഡോദരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് രാവണൻ. ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. പണ്ഡിതനായിരുന്നു രാവണൻ, മഹാജ്ഞാനിയായിരുന്നു. അല്ലെങ്കിൽ അതാണ് 10 തല. ഒരു തലയിൽ എല്ലാവർക്കും ഉണ്ടാവും. ഇത് 10 തലയ്ക്കുള്ള അത്രയും ശക്തി ഉണ്ടായിരുന്നു. 10 തലയ്ക്ക് 20 കണ്ണുണ്ടാവുമല്ലോ. അപ്പൊ 20 തരം കാഴ്ചപ്പാടും 10 തലയുള്ള അത്രയും ഭയങ്കരനായിരുന്നു, അത്രയും ബുദ്ധിമാനായിരുന്നു, ശ്രേഷ്ഠനായിരുന്നു രാവണൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മണനോട് രാവണന്റെ അടുത്ത് പോയി പഠിക്കാൻ പറയുന്നത് രാമൻ അവസാന കാലത്ത്. അവസാനം അമ്പെയ്ത് വീണപ്പോ അർക്കപ്രകാശത്തിന്റെ രചയിതാവാണ്. അപ്പൊ എന്താ മനസ്സിലാക്കാതെ, അന്നത്തെ കാലത്തുള്ള രാജാക്കന്മാർക്ക് എല്ലാം ഈ ശാസ്ത്രം അറിയാമായിരുന്നു, അതിൽ പാണ്ഡിത്യമുള്ളവരായിരുന്നു, അവരെ എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ ഈ കാലത്ത് തന്നെ കൊച്ചുണ്ണി തമ്പുരാൻ കൊച്ചിയിലെ രാജാവായിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകമാണ്, ഒരു വിഷവൈദ്യ ഗ്രന്ഥമാണ് പ്രയോഗ സമുച്ചയം. പല രാജാക്കന്മാരും കേരളത്തിലെ പുസ്തകം എഴുതിയിട്ടുണ്ട് ആയുർവേദത്തിനെ കുറിച്ച്. കമന്ററി എഴുതിയിട്ടുണ്ട്, ഫോർവേഡ് എഴുതിയിട്ടുണ്ട് പലരും. റീജൻ സേതു ലക്ഷ്മി ബായ്, പാർവതി ബായ്, ഇവരൊക്കെ എഴുതിയിട്ടുണ്ട്. അവരൊക്കെ പണ്ഡിതകളായിരുന്നു, റീജന്റുമാരാണ്. സ്വാതി തിരുനാൾ ആയുർവേദ പണ്ഡിതനായിരുന്നു പല രീതിയിലും. പുസ്തകം രചിച്ചിട്ടില്ല. പുസ്തകം രചിച്ചത് കൊച്ചുണ്ണി തമ്പുരാനാണ്, കൊച്ചി രാജാവ്, വിഷവൈദ്യം. അപ്പൊ അന്നത്തെ ഭരണകർത്താക്കളെല്ലാം ശാസ്ത്ര പണ്ഡിതന്മാരായിരുന്നു, പുരാതന കാലം മുതലേ എന്ന് പറയാം. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ല, അതുകൊണ്ട് പറയുന്നില്ല. വെറുതെ രാവിലെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. മദ്യത്തിന്റെ കാര്യം ചുരുക്ക രീതിയിൽ ഇങ്ങനെയാണ്. ദ്രവദ്രവ്യാദി വിജ്ഞാനത്തില് വാഗ്ഭടാചാര്യ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞതല്ല, എനിക്കതിൽ അഭിപ്രായമൊന്നുമില്ല. ഈ അഷ്ടാംഗരത്തിലെ വാഗ്ഭടാചാര്യ പറഞ്ഞ് ഞാൻ ഇവിടെ വീണ്ടും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സുര മദ്യം, മധൂതകം, പല അവസ്ഥാവിശേഷം. ഓരോ രീതിയിലുള്ള മദ്യങ്ങൾക്ക്, അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന മദ്യം, അതിൻ്റെ ഗുണങ്ങള്, മഹോദരങ്ങള്, ഗുന്മം, ഹർഷസ്, ഗ്രഹണി, ശോഷം, ഇതുകളെ ശമിപ്പിക്കും സുരാമദ്യം. സുരാകൃശാനാം പുഷ്ട്യർത്ഥം എന്ന് പറയും. അത് സ്നിഗ്ധതയുണ്ടാക്കും ഗുരുവാണ്, വാദശമനമാണ്. അതാണ് മദ്യം പൗഷ്ടിക ഗൗഡിയം നേരത്തെ ഞാൻ പറഞ്ഞത്. പിന്നെ വാരുണി മദ്യം, കുറെ മദ്യങ്ങൾ, പലതരത്തിലുള്ള മദ്യവിശേഷം പറയുന്നുണ്ട്, വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. അഷ്ടാംഗം, സൂത്രസ്ഥാനം, ദ്രവദ്രവ്യാദി വിജ്ഞാനീയം. അതില് 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 82, 81, 82, 83, അപ്പൊ ഒരു 68. ഒരു 20ഓളം ശ്ലോകങ്ങള് മദ്യത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതൊന്ന് റെഫർ ചെയ്യണം, നല്ലതാണ്. അവിടെ പലരുടെ കയ്യിൽ അഷ്ടാംഗത ഉണ്ടാവില്ല, സൂത്രസ്ഥാനം. അതില് ഒന്ന് സ്വയം ഒന്ന് വായിച്ചു നോക്കുന്നതല്ല,
ഞാൻ പറയുന്നതിനേക്കാൾ നല്ല ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുക. പിന്നുള്ളൊരു ധാന്യാമ്ലം എന്നുകൊണ്ട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ വെപ്പുകാടിന്റെ ഗുണം തന്നെയാ പറയുന്നത്. അതും മദ്യത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ ഓരോതരം മൂത്രങ്ങളുടെ ഗുണം, ഗോമൂത്രം, അങ്ങനെ പലതരം മൂത്രങ്ങൾ പറയുന്നുണ്ട്. ആടിന്റെ മൂത്രം, ഗോമൂത്രത്തിൽ ചില മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഗോമൂത്ര രസായനം, ഗോമൂത്ര ആസവം, ഗോമൂത്ര ഹരീതകി. ഇപ്പോ കോലാടിന്റെ മൂത്രം, ആട്ടിൻമൂത്രം നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വളരെ വിശിഷ്ടമായിട്ടുള്ള വില്വാദി ഗുളിക, ഇപ്പൊ ഈ കോവിഡിനൊക്കെ പ്രതിരോധിക്കാനും കോവിഡ് വന്നാൽ ഉപയോഗിക്കാനുള്ള ഒരു ഗുളികയാണ് വില്വാദി ഗുളിക. ആ വില്വാദി ഗുളിക അരയ്ക്കുന്നത് ഗോമൂത്രത്തിലാണ്. ദ്രവദ്രവ്യം ഗോമൂത്രമാണ്. ബസ്തസ്യ മൂത്രേണ് സുസൂക്ഷ്മപിഷ്ടം എന്നാ പറയുന്നത്. ബസ്തം തന്നെ കോലാണ്. കോലാടിന്റെ മൂത്രത്തിൽ സൂക്ഷ്മമായിട്ട് അരച്ചാലാണ് അത് അതിന്റെ ഗുണം കിട്ടുള്ളൂ. ആടിന്റെ മൂത്രം നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. പശുവിന്റെ മൂത്രവും അതില് വിഷമില്ല, വിഷഹരത്വത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോ പല ഔഷധങ്ങളും ശുദ്ധീകരിക്കാൻ ഗോമൂത്രം ഉപയോഗിക്കുന്നു. പഞ്ചഗവ്യത്തിൽ വരുന്ന പ്രധാനപ്പെട്ടാണ് ഗോമൂത്രം. മറ്റ് ജീവികളുടെ മൂത്രത്തിന് ഇത്ര ശക്തിയില്ല, വിഷമയം. നമ്മുടെ മനുഷ്യമൂത്രമാണെങ്കിൽ വിഷമയമാണ്, പല ദോഷങ്ങളുള്ളതാണ്. പക്ഷെ നരമൂത്രം ഗരം ഹന്തി സേവിതം തത് രസായനം എന്ന് മഹാപ്രകാശം പറയുന്നുണ്ട്. അതുകൊണ്ട് പലരും അത് ഈ നിത്യം കുടിച്ചേർന്ന ഒരു സ്വഭാവം കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അനുകരണീയമല്ല എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് 5-ാം അധ്യായം ഏതാണ്ട് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഹലോ ഡോക്ടർ, ഈ മദ്യത്തില് വൈൻ അതെങ്ങനെയാ പെടുത്തിയിട്ടുള്ളത്? അത് നല്ലതാണോ അതോ ചീത്തയാണോ? മദ്യത്തിന്റെ ഗുണങ്ങൾ ഇപ്പോ ഈ വൈൻ എന്ന് പറഞ്ഞാല് നമ്മളെ ഈ ആസവം പോലെയാണ്. പല പഴപ്പിഷ്ടങ്ങള് ഒക്കെ അരച്ച് ഇട്ട് പുളിപ്പിച്ച് സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോളാണ്. അത് പല രോഗങ്ങൾക്കും ഉപയോഗിക്കും, കുറെ ഗുണങ്ങളിലാണ്. പക്ഷെ അത് അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോൾ എന്ന് പറയുന്നത് പ്രിസർവേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത്. അപ്പോ മധൂതകം, തേനുകൊണ്ടുണ്ടാക്കുന്ന വൈനുണ്ട്, വെള്ളത്തിന് പകരം തേൻ കൂട്ടിയിട്ട്. അപ്പോ നെല്ലിക്ക മൂടോളം കഴുകിയിട്ട് അതിൻ്റെ മീതെ തേൻ ഒഴിച്ച് വെക്കാം. അതിന് 2-3 മാസം കഴിഞ്ഞിട്ട് ഊറ്റിയെടുത്താൽ അതിന് മധൂതകം, നെല്ലിക്ക കൊണ്ടുണ്ടാകുന്ന മദ്യമാണ്, ഒരു തരം വൈനാണത്. അതിന് ശർക്കര കൂട്ടി ഉണ്ടാക്കും വൈനായിട്ട്. നെല്ലിക്ക ശർക്കര ഇട്ട് വെച്ച് അത് ഊറ്റിയെടുത്ത് ഉപയോഗിക്കും. അതൊക്കെ നല്ലതാണ്, ഗുണം ചെയ്യുന്നതാണ്, ഒരു ദോഷങ്ങളൊന്നുമില്ല. പക്ഷെ അതിന്റെ ആൽക്കോളിക് എഫക്റ്റ് നമ്മൾ മാത്രം അല്ല ഉൾക്കൊള്ളുന്ന, മരുന്നിന്റെ ഗുണം ചെയ്യും, കിട്ടും. ഒരു മുന്തിരിങ്ങ പച്ചയായാലും ഉണക്കയായാലും മുന്തിരിങ്ങ കൊണ്ട് ഉള്ള ആസവങ്ങൾ ഉണ്ടാക്കുന്നത്, ദ്രാക്ഷാസവം, അത് വൈനാണ്. തനി അത് ഫെർമെന്റ് ചെയ്ത് വരുന്നതാണ്, അത് നല്ലതാണ്. പക്ഷേ പ്രമേഹ രോഗം, അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് പാടില്ല. ഹിതവും മിതവുമായ നല്ലതാണ്. അതിന് ഡോസ് പറഞ്ഞ യാവത് ദൃഷ്ടേന സംഭ്രാന്തി യാവത്തിന് ക്ഷോഭദേവന് താവദേവ വിരന്തവ്യം. വരും അധ്യായങ്ങളിൽ ഡോസേജ് പറയുന്നുണ്ട് ഓരോന്നിന്റെ, എത്ര മാത്രം ഉപയോഗിക്കാം. അപ്പം നല്ലതാണ് എന്ന് തന്നെയാണ്
ശാസ്ത്രം അനുശാസിക്കുന്നത്. ഓക്കെ. സാറേ ഒരു സംശയമുണ്ട്, മദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. എന്താ വെച്ചാല് ഇവിടെ തണുപ്പ് തുടങ്ങി നല്ല നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ആ അപ്പൊ ഈ നമ്മള് ചോറ് വെച്ചാൽ ചോറും കൂട്ടാനൊക്കെ വെച്ചാൽ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നല്ല തണുപ്പാവും. ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തണുക്കേ. അപ്പൊ ഈ അരി വാർക്കണ ഒരു കണ്ണുള്ള ഒരു പാത്രം ഉണ്ട്. അപ്പൊ അതൊന്ന് അതിൽ വെച്ചൊന്ന് സ്റ്റീം ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്നതിന് വിരോധമില്ലല്ലോ? ഈ തണുപ്പൊന്ന് കളഞ്ഞിട്ട് കുട്ടികളൊക്കെ ആഹാരം കഴിക്കും. അത് അതിലെങ്ങനെ വെച്ചാല് അത് ഈ പുനഃതത്വ ദോഷം കൊണ്ട് ദോഷം വരണ്ടേ. പ്രത്യേക സാഹചര്യത്തിൽ അപ്രകാരം ചെയ്യാം. അതെങ്ങനെ വെച്ചാല് അത് അങ്ങനെ ഉണ്ടാക്കണം. അങ്ങനത്തെ കാലാവസ്ഥയിൽ നമ്മൾ കൂടുതൽ ഭക്ഷണം പാകം ചെയ്ത് വെക്കാതിരിക്കുക, വെച്ചോടനെ തന്നെ ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ തണുപ്പ് രാജ്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന അരി ഭക്ഷണം ആവരുത്. അധികം ഗോതൂപം കൊണ്ടാവാം. ഗോതൂപം കൊണ്ടുള്ള ചപ്പാത്തിയൊക്കെ അപ്പപ്പം ഉണ്ടാക്കി ചൂടോടുകൂടി കഴിക്കാം. അത് ദോശ ഉണ്ടാക്കിയിട്ട് അപ്പപ്പം ചൂടോടുകൂടി കഴിക്കാം. ഈ അടുക്കള 4 പുറത്ത് നിന്ന് കഴിക്കാനുള്ള സമ്പ്രദായം ഉണ്ട്. അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള പതിവ്. ഡൈനിങ് ഹാള്, അടുക്കള. അപ്പൊ പുതിയ ചൂടുള്ള ഭക്ഷണം കഴിക്കാം. അപ്പൊ പഴകിയ അരിയൊക്കെ തന്നെയാണെങ്കിൽ അപ്പൊ അത് ചൂടാക്കി ഉപയോഗിക്കുക എന്ന് പറയാൻ, അതാണല്ലോ പറയുന്നത്, ചൂടാക്കി ഉപയോഗിക്കാം, സ്റ്റീം ചെയ്ത് ഉപയോഗിക്കാന്ന്. അപ്പൊ സ്റ്റീം ചെയ്ത് ഉപയോഗിക്കുമ്പോൾ പുനഃതപ്ത ദോഷം വരും. അപ്പൊ അത് പുനഃതപ്തം വിക്ഷോഭം എന്നാ പറയാ. അപ്പൊ സ്റ്റീം പാടില്ല. അതിന് പകരം എന്തെങ്കിലും ഈ റൂം ടെമ്പറേച്ചറുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കുക, ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക ചോറ്. എന്നിട്ട് അതിന് ഊറ്റിയെടുക്കും. അതല്ലെങ്കിൽ ചൂടാറാത്ത ചില പാത്രങ്ങളുണ്ടല്ലോ, അതിലാക്കി വെക്കുക. ചൂടാറാത്ത പെട്ടികളുണ്ട്, പാത്രങ്ങളുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. ഈ തെർമോക്കോൾ കൊണ്ടോ അല്ലെങ്കിൽ വൈക്കോൽ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പെട്ടികളുണ്ട്. അതിലിട്ട് വെച്ചിട്ട് നിത്യം ചൂടോടുകൂടി നിൽക്കും. അതിന് എടുത്ത് ഉപയോഗിക്കാം. അല്ലാതെ രണ്ടാമത് ചൂടാക്കി പറഞ്ഞാൽ പുനഃതപ്ത ദോഷം വന്നു, പുനഃതപ്തം വിക്ഷോഭം എന്നാ പറയാ. അപ്പൊ അത് ശരിയല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത് പാടില്ല. ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു നേരെ ഊണ് കഴിക്കലുള്ളൂ എല്ലാവരും, ഇപ്പൊ ആഹാരം കഴിക്കലുള്ളൂ. അപ്പൊ രാവിലെ ജോലി തുടങ്ങണതിന് മുമ്പ് ഉണ്ടാക്കി വെക്കുക. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു 4-5 മണിയാകുമ്പോഴത്തേക്കും ആ ജോലി തീരും. അപ്പോഴത്തേക്കും വിശപ്പാവേ. അപ്പൊ പിന്നെ വീണ്ടും വിശന്നിട്ട് വീണ്ടും ഉണ്ടാക്കി കഴിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അങ്ങനെ കഴിക്കുക. രാവിലെ തന്നെ പ്രധാന ഭക്ഷണം കഴിക്കുക. പിന്നെ ഒരു ചൂടാറാത്ത പെട്ടിയിൽ എടുത്തു വെക്കുക. ഒരു പെട്ടി, ഒരു ചൂടാറാത്ത പെട്ടി ഉണ്ടാക്കാൻ എന്താ തെർമോക്കോൾ ഉണ്ടാവുമല്ലോ, ഒരു ബോക്സിൽ തെർമോക്കോൾ വെക്കുക, 2-3 ലെയറായിട്ട്, അടിയിലും മുകളിലായിട്ട്. എന്നിട്ട് അതിൽ പാത്രം ഇറക്കി വെക്കുക, എന്നിട്ട് അടച്ചു വെക്കുക, മീതി തെർമോക്കോൾ വെക്കുക. അപ്പൊ ആ ചൂട് അതേപോലെ നിലനിൽക്കും. അങ്ങനെ ചെയ്താൽ മതി, എന്നാ കുഴപ്പം വരില്ല. തണുപ്പ് രാജ്യങ്ങൾ പുനഃതപ്തം ദോഷം തന്നെയാണ്. ഒരു രാവിലെ ഉണ്ടാക്കി വെച്ച ചോറ് വൈകുന്നേരം വീണ്ടും ചൂടാക്കി കഴിക്കാറുണ്ട്, പുനഃതപ്ത ദോഷമായി, താമസമായി. അത് പാടില്ല. അപ്പോ ഈ വൈകുന്നേരം വർക്ക് കഴിഞ്ഞിട്ട് വിശക്കുമ്പോ ഒരു ലഘുഭക്ഷണം കഴിക്കുക. എന്തെങ്കിലും വല്ല മുന്തിരിങ്ങയോ പഴങ്ങളോ എന്തെങ്കിലും കഴിക്കുക, ചായ കുടിക്കുക, കാപ്പി കുടിക്കുക, വല്ല ബിസ്ക്കറ്റോ വല്ലതും കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം പാകം ചെയ്യാലോ. അങ്ങനെയാ നല്ലത്. അങ്ങനെ ശീലമാക്കുക. വിശക്കുന്ന ഉടനെ തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അത് ദോഷം ഉണ്ടാക്കും, ആവരണ രോഗങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ലഘുഭക്ഷണം കഴിച്ച് പിന്നെ വീണ്ടും ഒരു മുന്തിരിങ്ങയോ അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴം ഉണ്ടാവുമല്ലോ, ഈത്തപ്പഴം, കജൂരം, ഡേറ്റ്സ്, അത് കഴിക്കുക. ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കുക. എന്നിട്ട് അപ്പൊ ഒന്ന് വിശപ്പ് അടങ്ങുമല്ലോ, പിന്നെ ഭക്ഷണം ബാക്കി കഴിക്കാമല്ലോ. അങ്ങനെ ചെയ്താൽ മതി, അത് നല്ലത്. അപ്പൊ പലരും ഇവിടെയൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അല്ലാണ്ട് രാവിലെ ഉണ്ടാക്കി വീണ്ടും മൈക്രോവേവ് ഓവനിൽ വെച്ച് ചൂടാക്കി സ്റ്റീം കൊടുത്ത് ഉപയോഗിക്കുന്നത് ഒരു പുനഃതപ്ത ദോഷം വരും.
മൈക്രോവേവ് ഉപയോഗിക്കാറില്ല. ആകെ അല്ല ഇതാണ് ഇവിടെയൊക്കെ ആൾക്കാർ. പിന്നെ ഈ സ്റ്റീമിൽ കൊടുത്ത് രണ്ടാമത് സ്റ്റീം ചെയ്യും, അതും നന്നായി ടേസ്റ്റ് തന്നെ മാറ്റം വരും. അപ്പൊ ചൂടുവെള്ളത്തിലൊന്ന് ഇറക്കി വെച്ച അത്ര ദോഷം വരില്ല എന്ന് പറയണു അല്ലേ സാറ്? അത്ര ദോഷം വരില്ല. എന്നാലും ഉണ്ട്, ദോഷമുണ്ട് അല്ലേ? അത് ദോഷം തന്നെയാണോ, തന്നെയാണോ? അപ്പൊ ആ ചൂട് ആറാതെ അതേപോലെ നിലനിർത്തിയാൽ കുഴപ്പമില്ല. അപ്പൊ ചൂട് അരി നമ്മളെ ചോറ് വെച്ച് ആ ചൂടുണ്ടാവല്ലോ, ആ ചൂട് അതേപടി നിലനിർത്താൻ സാധിക്കുമെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ എന്താ ദോഷിച്ചാൽ അത് വേർപ്പ് വരും. ആ വേർപ്പ് വീണ്ടും അതിൽ തന്നെ വീഴും. അങ്ങനെ വരുമ്പോഴാണ് ദോഷം വരുന്നത്. അതും ദോഷം തന്നെയാണ്. അപ്പൊ കഞ്ഞിയാക്കി വെച്ചാൽ മതി, കഞ്ഞിയാക്കി വെക്കുക, പിന്നെ അത് ഊറ്റിയെടുത്ത് കഴിക്കുക. അപ്പൊ അത് നല്ലൊരു പരിപാടിയാണ്, അങ്ങനെ ചെയ്യാം. പക്ഷെ കഞ്ഞിയും അത് ചൂട് പോകൂലേ? കഞ്ഞിയാണെങ്കിൽ അത് തണുത്തു പോകൂലേ? ഇല്ല, ചൂട് പോകും. ചൂടാർത്ത് പെട്ടിയിലാക്കി വെച്ചാലേ വേർപ്പ് വരില്ലല്ലോ. വേർപ്പ് വീണാലും വെള്ളത്തിലേക്ക് തന്നെയല്ലേ വരിക, കഞ്ഞിവെള്ളത്തിലേക്ക്. ഓക്കെ, പക്ഷെ അത് എന്നും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല കേട്ടോ, എന്നും ശീലാക്കരുത്. ശാസ്ത്രത്തിന് വിരുദ്ധാണത്. ഒരു നീക്കുപോക്ക് ചെയ്തത് മാത്രം. അപ്പൊ ഒരു എളുപ്പവിദ്യ വെച്ചാൽ ചോറ് മാത്രം വൈകിട്ട് വെക്കുക, കൂട്ടാനൊക്കെ രാവിലെ ഉണ്ടാക്കി വെക്കുക. അങ്ങനെ കുഴപ്പമുണ്ടാവില്ല. തണുപ്പില് മൈനസ് വരുമ്പോ അത് പരിണാമം സംഭവിക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് ഗതയാമം നമുക്ക് കാക്കേണ്ട ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രീസ് ചെയ്യണതാണല്ലോ മൈനസ്, അവിടെ അത് ഉപയോഗിക്കും സമയങ്ങളിൽ. അപ്പൊ ചൂടുള്ള ചോറ് മാത്രം വെച്ചിട്ട് ആയിക്കോട്ടെ ചേർത്താൽ തണുപ്പ് വിടില്ല. അങ്ങനെയാണോ? അതാ ഏറ്റവും നല്ലത്. അതാ ഏറ്റവും നല്ലത്. അപ്പൊ ആലോചിച്ചിട്ട് അതാണ് നല്ലത്. നല്ല ലഘുഭക്ഷണം ഉണ്ടാക്കി വീണ്ടും കഴിക്കുക. ഈ ചോറ് ശൈത്യരാജ്യത്ത് ഉപയോഗിക്കുന്ന സാധനല്ലേ. എന്നാലും നമുക്ക് ഊണ് കഴിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല, അങ്ങനത്തെ ഒരു ശീലമായിരുന്നു. അതെ അതെ, ആ പപ്പ ഉണ്ടാക്കി ചൂടോടുകൂടി ആവി പാർന്ന ചോറ് കഴിക്കുക. ഗോതമ്പ് തന്നെ ആണെങ്കിലേ ഒരു ഭാട്ടി പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ഗോതമ്പ് നന്നായിട്ട് പാല് ചേർത്ത് കുഴക്കുക, കുഴച്ചിട്ട് അത് ചുട്ടെടുക്കുക കനലില്, അല്ലെങ്കിൽ അതിന്റെ ഓവനിൽ ചുട്ടെടുക്കുക. എന്നാൽ അത് ഭാട്ടിയായി. ഡാലു, അതാണ് ആ തണുപ്പായിട്ട് ഉണ്ടാക്കുന്ന ഒരു വലിയ ഭോജ്യമാണ്, ഒരു വിശിഷ്ടമായിട്ടുള്ള ഡാൽ ബാട്ടി ചുർമ എന്ന് പറയുന്നത്, രാജസ്ഥാനിലേക്കുള്ള. അത് തന്നെ ഇത് അരച്ച് നമ്മൾ ആട്ട എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് അതിനെ ആവിയില് വേവിക്കും പെട്ടെന്ന്, സ്റ്റീം കൊടുത്തിട്ട് സ്റ്റീം. അതേപോലെ ഈ പൊടിച്ചിട്ട് കഷ്ണ ഉരുട്ടിയിട്ട് അതില് ആവിയില് വേവിക്കും. നമ്മൾ കുഴക്കട്ടൊക്കെ ഉണ്ടാക്കില്ലേ, എന്ന പോലെ വേവിക്കുക, എന്നിട്ട് മുറിക്കുക, എന്നിട്ട് വറുത്തിട്ട് ഉപയോഗിക്കാം. അപ്പൊ ചോറിന്റെ വേണമെന്നില്ല, അരിയുടെ കുഴക്കട്ട ഉണ്ടാക്കുക, അതൊരു 10 വേണ്ടു. അരിപ്പൊടി ഉണ്ടാക്കുക, എന്നിട്ട് കുഴക്കട്ടയാക്കി വയ്ക്കുക. 10 മിനിറ്റ് കൊണ്ട് കുഴക്കട്ടയായി. അത് മുറിച്ചിട്ട് വറവൊക്കെ ഇട്ട് ഉപയോഗിച്ച കടുകും മുളകും കറിവേപ്പിലയും മഞ്ഞളും വറുത്താൽ നല്ല സ്വാദിഷ്ടമായി. അത് ഉപ്മാവ് പോലെ അത് വിശുമാറോളം കഴിക്കാം. കുഴക്കട്ട കേട്ടില്ലേ? കൊഴുക്കട്ട ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ധാരാളം. അത് മധുരമില്ലാണ്ട് ഉപയോഗിക്കാം, നല്ലതാണ്. അത് ഉപ്പും ജീരകവും ഉപ്പും ഇത്തിരി ചേർത്ത്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അതാണ് ഇവിടെ ഇടാറ്. എന്നിട്ട് അതിലിട്ട് വറവെടുക്കുക ചെയ്യുക, മുറിച്ചിട്ട് 4 കഷ്ണം ഈ ഉണ്ട സ്റ്റീമിലിട്ട് എടുക്കും, ആവി വെച്ചു 4 കഷ്ണങ്ങളാക്കി മാറ്റും. എന്നിട്ട് അതിന് ഉപ്പേരി വരട്ടും, വീണ്ടും വരട്ടും. അത് തന്നെ അതേ ഇത് ആ ഉപ്പ് തന്നെ അത് വേണേ അതിന്റെ ഒരു അട പോലെ ഉണ്ടാക്കിയിട്ടും ആവാം അല്ലേ, ആവിയിൽ വേവിച്ചിട്ട്. അതിനേക്കാൾ സ്വാദിഷ്ടം ഇത് ചെറിയ കഷ്ണാക്കിയിട്ട് ഉപ്പേരി പോലെ ഉണ്ടാക്കല, കുഴക്കട്ട ഉപ്പേരി. അത് നല്ലതാണ്. അത് തണുപ്പ് രാജ്യങ്ങളിൽ അനുകരിക്കാവുന്നതാണ്. തണുപ്പ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഇതാണ്, ഗോതമ്പ്. വേഗം വിശക്കില്ല.
ഗോതമ്പ് അല്ലേ? ഗോതമ്പ്. അതിന്റെ ദോശയായ വിരോധമില്ല. ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ മെനക്കേട. ദോശയായ കുഴപ്പമില്ലല്ലോ അല്ലേ? ദോശയായ കുഴപ്പമില്ല. വേണ്ട, ഇതുണ്ടാക്കിയാലേ ഈ ഗോതമ്പ് ഉരുട്ടുക, ഉരുട്ടിട്ട് ആവിയിലിട്ട് വേവിക്കുക. സ്റ്റീമിലിട്ടിട്ടേ വേഗാവല്ലോ, സാധനമായി. ഗോതമ്പ് പുട്ടുണ്ടാക്കണമെന്നല്ലാന്ന് പറയും. പുട്ടുണ്ടാക്കാം. ഗോതമ്പ് പൊടിയിട്ട് പുട്ടുണ്ടാക്കണം. അതുപോലെ തന്നെ പുട്ട് പൊടിയാവും, ഇത് ഹാർഡാവും എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അത് സ്വാദിഷ്ടമാണ്. അത് തണുപ്പ് രാജ്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ്. തണുപ്പ് രാജ്യങ്ങൾ വല്യമായിട്ടുള്ള വേണം, പൗഷ്ടികമായിട്ടുള്ള വേണം, നല്ല പെട്ടെന്ന് ദഹിക്കാവുന്നത് പറ്റില്ല, കുറച്ച് ശക്തിയായിട്ടുള്ള വേണം. ഒരു ഗുരു ആഹാരം എന്ന് പറയും. നെയ്യ് ഉപയോഗിച്ചാൽ അതിന്റെ കൂടെ. പക്ഷെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഗോതമ്പ് കഴിച്ചിട്ട് ഉടനെ ചൂടുവെള്ളം കുടിക്കരുത് അല്ലേ? പാടില്ല. റൂം ടെമ്പറേച്ചർ വെള്ളം കുടിക്കാം. പിന്നെ അതിന്റെ കൂടെ നല്ലെണ്ണ ഉപയോഗിക്കരുത്, അങ്ങനെയുണ്ട്. അപ്പൊ ഗോതമ്പത്തിന്റെ പൊടി വേണ്ട, നമ്മള് അരി കൊണ്ടുള്ള ഉണ്ടാക്കാം. അരി കൊണ്ടുള്ള ആവിയിൽ വേവിക്കുന്ന ബാഫല എന്ന് പറയും അതിന്. ഡാൽ ബാട്ടി, ഡാൽ ബാഫല, അങ്ങനെ 2 തരത്തിലാണ് ഈ ആവിയിൽ വേവിക്കുന്നതിന്. ബാഫല എന്നിട്ട് നെയ്യിലേക്ക് ഇടും, ഡാലും കൂട്ടി കഴിക്കും. വേറെ കറികളൊന്നും വേണ്ട. അതാണ് ഈ കുഴക്കട്ട പറഞ്ഞ സാധനം. ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്നതിന് ബാട്ടി എന്ന് പറയും, അരി കൊണ്ടുണ്ടാക്കുന്നതിന് നമ്മൾ കുഴക്കട്ട എന്ന് പറയും മലയാളികളെ. അത്രേ ഉള്ളൂ. നല്ലതാണ്. ഇപ്പോ ഈ കർണാടകയിൽ പറയും ഉണ്ടൈക്കടുബു പറഞ്ഞ സാധനം ഉണ്ട്, കേട്ടിട്ടുണ്ടാവും. ഇത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടത്. ഇപ്പൊ കർണാടകയിൽ അവരുടെ വിശിഷ്ട ആഹാരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടൈക്കടുബു. അത് വളരെ സ്വാദിഷ്ടം. അത് ഈ പച്ചരി എടുത്ത് ഉരുട്ടിയിട്ട് അത് സ്റ്റീമിലിട്ട് വേവിക്കുകയാണ്. എന്നിട്ട് അതില് ചട്നിയും വറവൊക്കെ ഇട്ട് കഴിക്കുകയാണ്, കഷ്ണാക്കിട്ട്. നമ്മൾ തന്നെ കുറക്കട്ടെ തന്നെയാണ്, വേറെ പേരാന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നാളികേരം കൂട്ടുന്നത്, നാളികേരം കുറച്ച് വേവിക്കും. അല്ല, കൊഴുക്കട്ടയില് നാളികേരം ചേർക്കൂലോ? നമ്മളും ചേർക്കൂലോ? അല്ല, അത് നമ്മളതില് ചേർത്തിട്ട് വേറെ സ്വാദാണ്. ചേർക്കാണ്ടി ഉണ്ടാക്കാം. ചേർത്താണ് വീട്ടിലേക്ക് ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട്. ഇവിടെ നാളികേരം ഉണ്ടാക്കും, പഞ്ചസാര ഇട്ടുണ്ടാക്കും, ശർക്കര ഇട്ടുണ്ടാക്കും, സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കും. നാളികേരം അതിലേക്ക് കഷ്ണങ്ങൾ കൊത്തിയിട്ടിട്ട് ചെറിയ കടിക്കുമ്പോ ഒരു രസാണ്. സ്വാദാണ്. അത് വെളിച്ചെണ്ണയിൽ പുരട്ടിയ വേറെ സ്വാദാണ്, സ്വാദിഷ്ട മണം ഉണ്ടാവും. നല്ലതാണ്. പല രാജ്യങ്ങളിലും ആന്ധ്രക്കാർക്കുണ്ട് അങ്ങനത്തെ ഉണ്ടാവും. അപ്പൊ ഇത് ഗോതമ്പ് ഉപയോഗിക്കണത്തുള്ള ഇതാണ് ഈ പറഞ്ഞപ്പോ ഡാൽ ബാട്ടി എന്ന് പറയുന്നത്. ഗോതമ്പുണ്ട. അത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം കഴിച്ചാൽ 2-3 ഉണ്ട കഴിച്ചാൽ പിന്നെ പിറ്റേ ദിവസമേ വേണ്ടു ഭക്ഷണം. അത്ര ഹെവിയാണ്. തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് അത് അനുകരിക്കാവുന്നതാണ്. അവിടെ ചില ഈ -10 വരുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ഉപയോഗിക്കുന്നതാണ്. എടുക്കും. പിന്നെ ആ സമയങ്ങളിൽ എള്ള് ഉപയോഗിക്കും. അവിടെയൊക്കെ നിങ്ങൾ തണുപ്പ് വരുമ്പോ തണുപ്പ് തുടങ്ങി എള്ള് ഉപയോഗിക്കാം, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടേ. എള്ള് വളരെ ശ്രേഷ്ഠമാണ്, സ്വച്ഛമാണ്. ചോദ്യങ്ങളോ കഴിഞ്ഞോ? ഇല്ല. Namaskaram, doctor. I don't know Malayalam. I understand little bit. Can you give me a contact phone number? (94447). Hold on. 9447. 9447. 38.
8935. 35. I repeat, it's 94473888935. So +91 ആണ് country code. country India, right? This is India. അതെ +91, yes. +91. Yeah, +91. +91 country code. 91. When is a good time to call you, doctor? Any സാറിനെ വിളിക്കാൻ സമയം നല്ല ഏത് സമയാ വിളിക്കണ്ടേന്ന് അവർക്ക് വിളിക്കാൻ? ഇവിടുത്തെ നിങ്ങൾ അവിടെ ഇപ്പൊ രാത്രിയാണല്ലോ, അപ്പൊ ഇവിടെ ഇപ്പൊ രാവിലെ ഒരു 6:45 7 മണിയായി. ഇപ്പോ 7 മണിയാവുന്നു. ഒരു ഇവിടുത്തെ രാവിലെ ഒരു 8 മണിക്ക് ശേഷമൊക്കെ ആവാം, കുഴപ്പമില്ല. അതിന് ഈവനിങ്ങില് night time or night time? നിങ്ങളുടെ അവിടുത്തെ മോർണിംഗ്, 8 in the morning. Morning. No, he is asking you to call him around after 8 o'clock in the morning Indian time. Oh, okay. So for night in the Indian after 5 o'clock. Or you can also call him Indian time evening after 5 p.m. Okay. Santosh Kumar, can you give me your number also? Sure. 516 Hold on, please. I'll write down. Go ahead. 516-439 439 3709. 3709. Yeah. 516-439 3709. Yep. Okay, I'll call you sometime and we can discuss. Okay, thank you. Okay. So, Meena, are you from Tamil Nadu or which part of India? Tamil Nadu, sir. எங்க இருந்து? Chennai. Oh, okay. You can speak in Tamil also, no problem. Tamil Yeah, பேசலாம். தமிழ்ல பேசுறேன் நான் உங்க கூட. தமிழ்ல பேசலாம், ரொம்ப நல்லதாக்கும். அழகான தமிழ் பேசலாம். நான் தமிழ்ல பேசுறேன் உங்க கூட. ஏன்னா Malayalam I can understand but can't speak. That's the problem. அதுதான். Tamil is not செந்தமிழ். செந்தமிழ். மெட்ராஸ் தமிழ். இந்த இதுலயும் உங்களுக்கு என்ன வேணாலும் கேட்கலாம். இந்த இதுலயும் தமிழ்ல கேட்கலாம். அவங்களுக்கு என்ன தமிழ் தெரியும், அவருக்கும் தெரியும், டாக்டருக்கும் தமிழ். ஓகே. தமிழ் பேசலாம், தெலுங்கு பேசலாம், கன்னடா பேசலாம், நோ ப்ராப்ளம். அதான் நான் உங்கள்கிட்ட அப்புறம் நாளைக்கு ஈவினிங் நீங்க சொன்னீங்கல்ல காத்தால 8 மணிக்கு ஈவினிங் ஆஃப்டர் 5 o'clock இந்தியன் டைம் இல்லையா? எப்ப சொன்னீங்க? ஈவினிங் எத்தனை மணிக்கு சொன்னீங்க? After 5 o'clock Indian time. சரி. Up to 9 no problem. சரி, ஓகே. Thank you. Namaskaram. Namaskaram. Vanakkam. തമിഴ് നല്ല പഴയ ഭാഷയാണ്. തമിഴ് തന്നെ ശരിക്കുള്ള നല്ല തമിഴായിട്ട് നല്ല ബന്ധമുണ്ട് നമ്മുടെ അടുത്ത ഭാഷ. ഇനിയിപ്പോ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അടുത്ത അധ്യായത്തിൽ അടുത്ത പ്രാവശ്യം കിടക്കാം. 6-ാം അധ്യായം അന്നസ്വരൂപ വിജ്ഞാനീയം. വളരെ നന്ദി.